എൻ്റെ ആദ്യകാല സഹപ്രവർത്തകനും മലപ്പുറം ഗവൺമെൻറ് കോളേജിൻ്റെ പ്രിൻസിപ്പലുമായ സർവാദരണീയനായ ദാമോദരൻ മാഷ്, മലപ്പുറം ഗവൺമെൻറ് കോളേജിലെ ഗോപുവും സലാഹുദ്ദീനും ജമീലും അടക്കം പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകർക്കും, മുഴുവൻ കുട്ടികൾക്കും, വെബിനാറിൽ ഇപ്പോൾ ലൈവായി നിൽക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗോപു, എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്നെ കേൾക്കുന്നു? ഓക്കെ. ഓക്കെ. NN കക്കാടിൻ്റെ കാവ്യലോകത്തെ മുൻനിർത്തിയാണ് ഇന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ 10-12 ദിവസമായി പൊന്നാനി ട്രിപ്പിൾ ലോക്ക്ഡൗണിലാണ്. 2-3 തവണയായി ഇപ്പോൾ കംപ്ലീറ്റ് ലോക്ക്ഡൗണിൽ വീട്ടിൽ അടഞ്ഞു പോയി. പണ്ടൊരു തോന്നലുണ്ടായിരുന്നു, ഒരുപാട് സമയം കിട്ടിയാൽ ഒരുപാട് വായിക്കാം, ഒരുപാട് എഴുതാം. പക്ഷേ സമയം ഇങ്ങനെ അനന്തമായി മുന്നിൽ തളം കെട്ടി നിൽക്കുമ്പോൾ വായന, എഴുത്ത് തുടങ്ങിയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വിശ്വസിക്കുന്നതൊക്കെ സമയം തളം കെട്ടും പോലെ തന്നെ തളം കെട്ടി പോകുന്ന, നിശ്ചലമായി പോകുന്ന ഒരു കാലത്താണ് ഒട്ടും റിയൽ അല്ലാത്ത ഒരു അന്തരീക്ഷം, വിർച്വൽ റിയാലിറ്റിയുടെ അന്തരീക്ഷത്തിലേക്ക് കളം മാറി ചവിട്ടിയിട്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്, ലോകത്തോട് സംസാരിക്കുന്നത്. ഇതൊരു പുതിയ ശീലമാണ്. ആ ശീലത്തിൽ ഉറച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളൊക്കെ. ഇതിലുള്ള ഞങ്ങളുടെ ഒരു വലിയ ആഹ്ലാദം എന്താണെന്ന് ചോദിച്ചാൽ, ലോകം എങ്ങനെയൊക്കെ തറഞ്ഞു പോയാലും, ലോകം എങ്ങനെയൊക്കെ തളഞ്ഞു പോയാലും, ലോകം എങ്ങനെയൊക്കെ അടഞ്ഞു പോയാലും കിട്ടാവുന്ന ഏറ്റവും ചെറിയ സുഷിരത്തിലൂടെ നമ്മളെ പുറത്തേക്ക് എടുക്കുകയും നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി നമ്മളെ സ്വയം പന്തമായി നിന്നെരിഞ്ഞ് വെളിച്ചം കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന്, ഇതൊരു പക്ഷേ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ നമ്മുടെ തലമുറയ്ക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. ഈ വെബിനാർ അതിൻ്റെ ഒരു അടയാളമാണ്. എല്ലാ വെബിനാറുകളും അതിൻ്റെ അടയാളങ്ങളാണ്. നമ്മളെവിടെയെങ്കിലും തളം കെട്ടി കിടക്കുകയല്ല, മറിച്ച് തളം കെട്ടി കിടക്കുന്നിടത്ത്, തകരാറാകുന്നിടത്ത് നമ്മളെ തന്നെ പന്തമായി കത്തിച്ച് ഇതാ വെളിച്ചം ഇവിടെ ഉണ്ട് എന്ന് വിളിച്ചു പറയലാണിത്. അതുകൊണ്ട് ഒരുപക്ഷെ ക്ലാസ് മുറിയിലെ ഏറ്റവും സജീവമായ പ്രതികരണങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിച്ചതിനേക്കാൾ കൂടുതൽ ഊർജത്തോടെയും ആർജവത്തോടെയും ഇത്തരം ഈ വെബിനാറുകളിൽ സംസാരിക്കാൻ ഞങ്ങൾ ശീലിച്ചു കഴിഞ്ഞു എന്നതാണ്. കവിതയിലേക്ക് വരികയാണ്. മലയാളത്തിൻ്റെ ആധുനികത, മലയാള കവിതയുടെ ആധുനികത എന്ന സെൻസിബിലിറ്റി, ഭാവുകത്വ പരിസരം 1960-കളോടുകൂടിയാണ് സംഭവിക്കുന്നത്. ഈ 1960ൻ്റെ പ്രത്യേകത എന്താണ്? 1960കളുടെ പ്രത്യേകത എന്താണ്? ഒരു പക്ഷേ കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് പൊതുവെയും കേരളത്തെ സംബന്ധിച്ച് വിശേഷിച്ചും സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വളരെ കൃത്യമായിട്ടുള്ള പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്ന ഒരു കാലഘട്ടമാണ് 1960കൾ. 47 ഇന്ത്യ സ്വതന്ത്രമാവുന്നു. പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരിയഡിൽ വളരെ കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. 60ന് തൊട്ട് മുമ്പായിട്ട് കേരളം എന്ന ഭാഷാ ഭൂപടം ഉണ്ടാവുന്നു. കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കുന്നു. കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ ചർച്ചകൾ, അതിർത്തി നിശ്ചയിക്കുന്നതിലുണ്ടായിട്ടുള്ള വലിയ ചർച്ചകൾ, കറുത്ത ചെട്ടിച്ചുകൾ പോലെയുള്ള ഒരു കവിത ഇടശ്ശേരിയെ കൊണ്ട് എഴുതിപ്പിക്കുന്നു. അതാ നൂനം മഹോന്നതം തന്നെ മലനാട് മാനിച്ചുയർത്തിപ്പിടിക്കുന്ന മേന്മകൾ,
ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ എന്ന് ഇടശ്ശേരി പറയുന്നത് 951 കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിതയിൽ 951. ഇതാണ് ഈ അന്തരീക്ഷം. ഇപ്പോൾ ലോകസാഹിത്യത്തിൽ ആധുനികത രൂപപ്പെട്ടു വന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യം അപ്പോൾ നിൽക്കുന്നുണ്ട്. വലിയ നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, ഒറ്റപ്പെടലിൻ്റെ ആധിക്യം, ഐസൊലേഷൻ, ഇങ്ങനെ ഈ അന്യവൽക്കരണത്തിൻ്റെ പരമാവധി. ഇപ്പോൾ കാമ്യമൊക്കെ ഔട്ട്സൈഡർ പോലത്തെ കൃതികൾ എഴുതുന്ന കാലം അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം നമുക്കുണ്ടായിട്ടുണ്ടോ? രണ്ട് ലോകമഹായുദ്ധങ്ങൾ അവയുടെ ഇമ്പാക്റ്റ്, വ്യവസായവൽക്കരണത്തിൻ്റെ ഇമ്പാക്റ്റ്, മനുഷ്യൻ യന്ത്രത്തിൻ്റെ ഭാഗമായി തീരുന്നതിൻ്റെ പ്രശ്നങ്ങൾ, അതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു തറിയിൽ നമ്മൾ വസ്ത്രം നൂറ്റെടുക്കുന്നു, പരുത്തി ശേഖരിക്കുന്നു, അത് തക്കിളിയിൽ നൂലെടുക്കുന്നു, നൂറ്റെടുത്തിട്ട് അത് തറിയിൽ പാവുന്നു. ഓടം ഇടത്തും വലത്തും ഇങ്ങനെ ഈ ഓടത്തിൽ ഊടും പാവും നെയ്ത് മനസ്സിലപ്പോൾ വിരിയുന്ന എന്താ പറയുക, ഈ കലാരൂപങ്ങൾ മുഴുവൻ അതിൽ വരച്ചു വെച്ച് ഒരു തുണി നെയ്തെടുക്കുന്നു. ആ നെയ്ത്ത് പ്രക്രിയയിൽ ആദ്യന്തം മനുഷ്യനുണ്ട് എന്നതാണ്. ആദ്യന്തം മനുഷ്യനുണ്ട്. എന്നാൽ ഇത് ഈ ഹാൻഡ് ലൂമിൽ നിന്ന് പവർ ലൂമിലേക്ക് മാറുമ്പോൾ, യന്ത്രത്തറിയിലേക്ക് മാറുമ്പോൾ, അവിടെ ഈ തറി യന്ത്രം ഓൺ ചെയ്യാനുള്ള സ്വിച്ച് ഓൺ ചെയ്യുക എന്ന് പറയുന്ന കേവലമായ പണി മാത്രമേ മനുഷ്യനുള്ളൂ. അത് ഓഫ് ചെയ്യാനുള്ള പണി മാത്രമേ ഉള്ളൂ. യന്ത്രത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമായിട്ട് മനുഷ്യൻ മാറുന്ന ഒരവസ്ഥ യൂറോപ്യൻ സമൂഹം അനുഭവിച്ച ഈ ഒരു എന്താ പറയുക, അന്യവൽക്കരണത്തിൻ്റെ ഈ ഒരു പ്രശ്നം അത്രയും തീവ്രമായിട്ട് കേരളീയർ അനുഭവിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഒരു ചോദ്യമാണ്. പക്ഷേ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് അതുവരെ നിലനിന്നിരുന്ന സങ്കല്പങ്ങൾ മുഴുവൻ കടപുഴകി എന്നതാണ്. സ്വാതന്ത്ര്യപൂർവ കേരളത്തിലും ഭാരതത്തിലും ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര എന്ന് പറഞ്ഞിരുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ഈ തറവാടിത്ത ഘോഷണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കേരളം എത്ര പെട്ടെന്നാണ് മാറിയത്. സാംസ്കാരികമായ വലിയ വൈരുദ്ധ്യങ്ങളെ നേരിടേണ്ടി വന്നു എന്നതാണ്. വലിയ വൈരുദ്ധ്യങ്ങളെ നേരിടേണ്ടി വന്നു, സാമ്പത്തികമായ വലിയ പാരവശ്യങ്ങളെ നേരിടേണ്ടി വന്നു എന്നതാണ്. 1960കളിൽ ജനിച്ച ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളുടെയൊക്കെ ബാല്യം വിശപ്പിലൂടെ മാത്രം കടന്നുപോയതാണ്. അപ്പം ഇന്ന് കേരളത്തിൽ 55-60 വയസ്സിനുള്ളിൽ നിൽക്കുന്ന ശരാശരി ആൾക്കാരൊക്കെ തന്നെ ഈ അപ്പർ മിഡിൽ ക്ലാസ്സിലേക്ക് ഉയർന്നു വരുന്നു. അപ്പർ മിഡിൽ ക്ലാസ്സിൽ ഉയർന്നു നിൽക്കുന്നു. ഈ അപ്പർ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്നവരൊക്കെ തന്നെ അന്ന് പട്ടിണി അനുഭവിച്ചവരാണ്. 60കളിലും 70കൾക്കിടയിൽ ജനിച്ചവരൊക്കെ തന്നെ നല്ലോണം കഠിനമായ പട്ടിണി അനുഭവിച്ചവരാണ്. പല രീതിയിൽ പട്ടിണി അനുഭവിച്ചവരാണ്. സാമ്പത്തികമായി വളരെ വളരെ കൃത്യമായ പരവേശം അനുഭവിച്ചവരാണ്. ഫ്യൂഡൽ വ്യവസ്ഥ നിലനിൽക്കെ തന്നെ പട്ടിണി അനുഭവിച്ചവരാണ്. അത്തരത്തിലുള്ള ഈ തീവ്രമായിട്ടുള്ള വ്യഥകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിന്. 60കളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 1960കളിൽ മലയാളത്തിലെ പ്രധാനപ്പെട്ട കവികളൊക്കെ സജീവമായി നിൽക്കുന്ന കാലമാണ്. കുഞ്ഞിരാമൻ നായർ കവിത എഴുതുന്നുണ്ട്, ഇടശ്ശേരി എഴുതുന്നുണ്ട്, വൈലോപ്പിള്ളി എഴുതുന്നുണ്ട്. വൈലോപ്പിള്ളിയുടെയൊക്കെ മികച്ച കവിതകൾ വരുന്ന സമയമാണ്. 40കളുടെ അവസാനം തൊട്ട് 60കളുടെ അവസാനം വരെയാണ് വൈലോപ്പിള്ളിയുടെ ഏറ്റവും മികച്ച കവിതകൾ വരുന്നത്. ആ രണ്ട് ദശകക്കാലമാണ്. 47ലാണ് കന്നിക്കൊയ്ത്ത് വരുന്നത്. 51ലാണ് കുടിയൊഴിക്കൽ വരുന്നത്. 61ലാണ് കുടിയൊഴിക്കൽ വരുന്നത്. ഈ ഒരു കാലത്ത് 10-20 വർഷക്കാലമാണ് വൈലോപ്പിള്ളിയുടെ മികച്ച കവിതകൾ വരുന്നത്, ഇടശ്ശേരിയുടെ മികച്ച കവിതകൾ വരുന്നത്. 51 കുറ്റിപ്പുറം പാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കറുത്ത ചെട്ടികൾക്ക് ശേഷം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കവിതകളൊക്കെ വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ കുഞ്ഞിരാമൻ നായർ എഴുതുന്നുണ്ട്, വൈലോപ്പിള്ളി എഴുതുന്നുണ്ട്, ഇടശ്ശേരി എഴുതുന്നുണ്ട്, ബാലാമണി അമ്മ എഴുതുന്നുണ്ട്. ഇവരൊക്കെ സജീവമായി നിൽക്കുന്നു. അവർക്കൊപ്പം തന്നെ ONV കുറുപ്പുണ്ട്, സുഗതകുമാരിയുണ്ട്, വിഷ്ണു നാരായണൻ നമ്പൂതിരിയുണ്ട്, NV കൃഷ്ണവാര്യർ അപ്പുറത്തുണ്ട്. NV അപ്പോൾ ആ കാലത്തും സജീവമായി NV നിൽക്കുന്നുണ്ട്.
അപ്പം ഇങ്ങനെ മലയാളത്തിൻ്റെ പിൽക്കാലത്തും നമ്മൾ വളരെ എണ്ണപ്പെട്ടവർ എന്ന് കരുതുന്ന കവികളൊക്കെ തന്നെ സജീവമായി നിൽക്കുന്ന സമയത്ത് ഈ കാവ്യഭാഷ പോരാ എന്നൊരു തോന്നലുണ്ടാവുക. വൈലോപ്പിള്ളി കുടിയൊഴിക്കൽ എഴുതുന്നു, അക്കിത്തം ഇതിഹാസം എഴുതുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ ലോകവും 20-ാം നൂറ്റാണ്ട് ഇതിഹാസവും എഴുതുന്ന കാലമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിൽ അക്കിത്തം എന്താണോ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചത്, അക്കിത്തം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചതിനെ അത്തരമൊരു കാവ്യഭാഷയിൽ പോരാ എന്നൊരു തോന്നൽ വൈലോപ്പിള്ളി കുടിയൊഴിക്കലിൽ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചതും ഇടശ്ശേരി അക്കിത്തം ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിൽ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചതും ഏറെക്കുറെ സമാനമായ ഒരു മനുഷ്യധർമ്മം തന്നെയാണ്. അത് ഞാൻ വിശദീകരിക്കാൻ ഇപ്പം എനിക്ക് സമയമില്ല, അതുകൊണ്ട് അത് വിടുന്നു. പക്ഷേ ആ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, സാംസ്കാരികമായ ഒരു പ്രതിസന്ധി. ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ ഈ കാവ്യഭാഷ പോരാ. ഈ പ്രതിസന്ധിയെ ഇങ്ങനെയല്ല നേരിടേണ്ടത്. കവിതയ്ക്ക് മറ്റൊരു ഭാഷയിൽ ഈ പ്രതിസന്ധിയെ നേരിട്ട് വിളിച്ചു പറയാനുള്ള ബാധ്യതയുണ്ട്. ഈ ഒരു തോന്നലിൽ നിന്നാണ് മലയാളത്തിൻ്റെ ആധുനികത എന്ന് പറയുന്ന ഭാവുകത്വം അതിൻ്റെ വഴി കണ്ടുപിടിക്കുന്നത്. അവിടെയാണ് അയ്യപ്പ പണിക്കർ എന്ന് പറയുന്ന കവിയുടെ കുരുക്ഷേത്രം എന്ന കവിത രൂപപ്പെടുന്നത്. അയ്യപ്പ പണിക്കർ, സച്ചിദാനന്ദൻ, കടമ്മനിട്ട രാമകൃഷ്ണൻ, അറ്റൂർ രവിവർമ്മ, KG ശങ്കരപ്പിള്ള, NN കക്കാട് പ്രധാനമായും. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ മുമ്പേ ഈ വഴിയിൽ ആദ്യം ചവിട്ടിയ ആളുടെ പേര് മാധവൻ അയ്യപ്പത്ത് എന്നാണ്. മാധവൻ അയ്യപ്പത്തിൻ്റെ മണിയറ കവിതകളിലാണ് മലയാള കവിത അതിൻ്റെ ആധുനികതയുടെ പ്രധാനപ്പെട്ട രൂപപരമായിട്ടുള്ള മാറ്റം ആദ്യം നേരിടുന്നത്. അതുവരെ പറഞ്ഞ കാവ്യഭാഷ മൊത്തം അഴിച്ചു മാറ്റപ്പെട്ടു. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ എന്നുള്ളിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. ഇതുവരെ ഞാനിതറിഞ്ഞില്ല എന്നാണ് അക്കിത്തം പറഞ്ഞത്. അത് അറിഞ്ഞപ്പോൾ അത് ഓർത്തോർത്ത് കുലുങ്ങിക്കരയുന്നു ഞാൻ എന്നാണ് ഈ ഇതിഹാസത്തിൻ്റെ ഈ മുഖമണ്ഡപത്തിൽ അക്കിത്തം എഴുതി വച്ചത്. അതിനെ ആ ഒരു മാനസികാവസ്ഥയെ, ആ ഒരു സാംസ്കാരികാവസ്ഥയെ, ആ ഒരു കാവ്യാവസ്ഥയെ മറ്റൊരു ഭാഷയിലേക്ക്, മറ്റൊരു വിചിത്ര ഭാഷയിലേക്ക്, അങ്ങനെയാണ് ഞാൻ പറയാം, ഇന്നും അഴിച്ചു തീർന്നിട്ടില്ലാത്ത ഒരു കാവ്യഭാഷയാണ് മാധവൻ അയ്യപ്പത്തിൻ്റെ മണിയറ കവിതകളിൽ കാണുന്നത്. അതിനകത്തെ ഇമേജറി സത്യത്തിൽ ഓരോ വായനക്കാരനും അയാൾക്ക് മാത്രം തുറക്കാവുന്ന താക്കോലുകൾ കൊണ്ട് സൃഷ്ടിച്ചതാണ്. അതിനൊരു പൊതു താക്കോലില്ല. ഈ അയ്യപ്പത്തിൻ്റെ കവിത വരുന്നത് വരെ മലയാളത്തിൻ്റെ കവിതയുടെ ഒരു പൊതു സ്വഭാവം, അതിനൊരു പൊതു താക്കോലുണ്ടായിരുന്നു എന്നതാണ്. ഇപ്പോൾ ഊഞ്ഞാലിൽ നിന്നുള്ള കവിത അതിനൊരു പൊതു താക്കോലുണ്ട് എന്നുള്ളതാണ്. കൊടിയൊഴിക്കൽ എന്ന കന്നിക്കൊയ്ത്ത് എന്ന കവിത 75 വർഷമായി. 75 വർഷത്തിന് ശേഷവും അത് തുറക്കാനുള്ള ഒരു പൊതു താക്കോൽ ഉത്തരത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വൈലോപ്പിള്ളി പുറത്തു പോയിട്ടുള്ളത്. അങ്ങനെയാണ്. ഇടശ്ശേരിയുടെ ഏത് കവിതയും നിങ്ങൾക്ക് എടുക്കാം, അതിനൊരു പൊതു താക്കോലുണ്ട്. നിങ്ങൾ ഇപ്പം സൃഷ്ടിക്കുന്ന താക്കോലിട്ടിട്ടും അതിന് തുറക്കാം. മാപ്പിളയെ നീയൻ അലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ എന്ന് ഇടശ്ശേരി ഇസ്ലാമിലെ വന്മലയിൽ എഴുതി വെച്ചതിനെ ഇന്ന് നിങ്ങൾക്ക് ഇസ്ലാമോഫോബിയയുടെ താക്കോലിട്ടും വേണമെങ്കിൽ തുറന്നു നോക്കാം. അങ്ങനെയാണ്. അത് ആ കവിതയുടെ പശ്ചാത്തലമോ കവിയുടെ സാംസ്കാരിക ലോകത്തിൻ്റെ പശ്ചാത്തലമോ വേണ്ടത്ര ധാരണയില്ലായ്മ കൊണ്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നിയില്ല. പക്ഷെ അത് നിൽക്കേണ്ട വേറെ വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഏത് താക്കോലും തുറക്കാം. നിങ്ങൾക്കായിട്ടൊരു താക്കോൽ ആ കവിതയ്ക്കകത്തുണ്ട്, അതാണ്. എന്നാൽ അയ്യപ്പത്തിൻ്റെ കവിതയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പൊതു താക്കോലില്ല. അതിനെ അങ്ങനെയാണല്ലോ, പൊതു താക്കോലുണ്ടെങ്കിലാണല്ലോ നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നത്. നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടാനുസരണം വ്യാഖ്യാനിക്കാനാവുന്നത്, തുറന്ന് കിടക്കുന്ന പരിസരമായിട്ട് കവിത മാറുന്നത്. അയ്യപ്പത്തിൻ്റെ കവിതയ്ക്കകത്ത് അങ്ങനെ ഒരു താക്കോലില്ല. അത് നിങ്ങൾ കണ്ടെത്തുന്ന നിങ്ങൾക്കകത്തെ താക്കോലാണ്. അത് തുറന്നാൽ നിങ്ങളോട് മാത്രമേ സംസാരിക്കൂ. അയ്യപ്പത്തിൻ്റെ കവിത എന്നോട് സംസാരിക്കും പോലെ അല്ല ഗോപുവിനോട് സംസാരിക്കുക. അത് അന്ന് മുതൽക്ക് 1960 മുതൽക്ക് ഇന്ന് 2020 ഈ പ്രഭാതം വരെ ആ കവിത പൊതുവായനയ്ക്ക് വഴങ്ങിയിട്ടില്ല. പൊതുവായനയ്ക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ആ കവിത കോട്ട് ചെയ്യുന്നില്ല. കോട്ട് ചെയ്തിട്ട് കാര്യമില്ല. സ്വകാര്യമായി കോട്ട് ചെയ്തിട്ട് കാര്യമില്ല.
അതെൻ്റെ മാത്രം അനുഭവമായിട്ട്, ഞാൻ മാത്രം നുണഞ്ഞിറക്കുന്ന അനുഭവമായിട്ട്. അതുണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ അയ്യപ്പത്തിന് അത് ഉണ്ടാക്കി തീർത്ത അപകടം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ കവിത എഴുതാൻ പറ്റാതെ അയ്യപ്പൻ ആ ട്രാപ്പിൽ വീണുപോയി. ഞങ്ങൾ ഈ അധ്യാപകർക്ക് ഉള്ള ഒരു പ്രശ്നമുണ്ട്. അധ്യാപകരുടെ ഒരു പ്രശ്നം ഈ ടീച്ചേഴ്സ് ട്രാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ പറയുക, 1 മണിക്കൂർ ക്ലാസ്സാണ്. ക്ലാസ്സിൽ കയറി നിന്നിട്ട് നമ്മൾ ചില വിഷയങ്ങൾ സംസാരിച്ചോളും. അതിങ്ങനെ ഒരറ്റത്തിങ്ങനെ എത്തുമ്പോഴേക്കും നമ്മുടെ പിടിവിട്ട് വിഷയം പോകും. പിന്നെ ഇങ്ങോട്ട് വിഷയത്തിൽ നിന്ന് പോയോടത്ത് ഇങ്ങോട്ട് തിരിച്ചു വരാനും വയ്യ, നിർത്താനും വയ്യ, അങ്ങനെ ഒരു കുടുക്ക് കുടുങ്ങാനുണ്ട്. അതിനെ ടീച്ചേഴ്സ് ട്രാപ്പ് എന്ന് പറയും. അപ്പോഴും ഒരു നിലവിളി, ദൈവമേ ബെല്ലടിച്ചെങ്കിൽ എന്ന്. ബെല്ലടിച്ചാൽ പിന്നെ ഇറങ്ങി വണ്ടാലോ. അത്തരത്തിൽ ഒരു ടീച്ചേഴ്സ് ട്രാപ്പ് പോലെ ഒരു ട്രാപ്പിൽ പെട്ടുപോയതാണ് യഥാർത്ഥത്തിൽ അയ്യപ്പത്തിൻ്റെ കവിത. അദ്ദേഹം പിന്നീട് ധർമ്മപദത്തിൻ്റെ വിവർത്തനം മാത്രമാണ് ചെയ്തത് കാര്യമായിട്ട്, അത് വളരെ കാലത്തിന് ശേഷം. പക്ഷേ ആ ഒരു പ്രവേശകമുണ്ടല്ലോ, ആധുനികതയിലേക്ക് കവിത ഇവിടെ പ്രവേശകം പോലെ വന്ന ആ കവിത, അയ്യപ്പത്തിൻ്റെ കവിത, ആ കവിതയുടെ ശില്പം മലയാളത്തിൽ രണ്ട് കവികളുടെ കാവ്യശില്പ രൂപീകരണത്തിൽ നിർണായകമായി. അതൊന്ന് കക്കാടിൻ്റെ കവിതയുടേതാണ്, മറ്റൊന്ന് കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കവിതയില്ല. രണ്ട് കവികളുടെ ശില്പ രൂപീകരണത്തിൽ അത് വളരെ നിർണായകമായി തീർന്നു. അത് ഒരു പക്ഷേ അയ്യപ്പ പണിക്കരെ അങ്ങനെ സ്വാധീനിച്ചിട്ടില്ല. അയ്യപ്പ പണിക്കരുടെ കവിതയുടെ ശില്പത്തെ അങ്ങനെ രൂപപ്പെടുത്താൻ സ്വാധീനിച്ചിട്ടില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ വഴി എന്ന് അയ്യപ്പ പണിക്കർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് കുരുക്ഷേത്രത്തിൽ കാണാം. കുരുക്ഷേത്രം എന്ന കവിതയ്ക്കകത്ത് മാത്രമേ അത് കാണുള്ളൂ. അതാണ് തമാശ. അവിടുന്ന് അദ്ദേഹം ഈ അറ്റം വരെ ഇപ്പോൾ കുടുംബപുരാണം പോലെ, അതല്ലെങ്കിൽ ഗോപികാദണ്ഡകം പോലെ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട മറ്റേത് കവിതകൾ എടുത്ത് പരിശോധിച്ചാലും ഈ ശില്പത്തിൻ്റെ സാന്നിധ്യം ഇല്ല. പക്ഷെ അതിനു മുമ്പ് ചങ്ങമ്പുഴ കവിത സൃഷ്ടിച്ച സ്വാധീനത അയ്യപ്പ പണിക്കരിൽ നിൽക്കുന്നുണ്ട്. അതിനെ മറികടക്കാൻ അയ്യപ്പത്തിൻ്റെ കവിത അയ്യപ്പ പണിക്കരെ സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അവിടെ നിന്ന് അയ്യപ്പ പണിക്കർ സ്വന്തം വഴിക്ക് അങ്ങ് പോയി. അയ്യപ്പ പണിക്കർ പിന്നീട് സച്ചിദാനന്ദൻ, കെ ജി ശങ്കരപ്പിള്ള, ആറ്റൂർ രവിവർമ്മ, ഇവരിലൊക്കെ ഈ ഏറിയും കുറഞ്ഞും ഈ പ്രവേശക കവിതയുടെ, അയ്യപ്പത്തിൻ്റെ പ്രവേശക കവിതയുടെ സ്വാധീനത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് നല്ലോണം ആഴത്തിൽ ആലോചിച്ചാലേ അതെങ്ങനെ എന്ത് എന്ന് മനസ്സിലാവുള്ളൂ. അത് കൃത്യമായി പ്രതിഫലിക്കുന്ന, പ്രകടമായി കാണുന്ന ഒരിടം കക്കാടിൻ്റെ കവിതയാണ്, മറ്റൊരിടം കടമ്മനിട്ടയുടെ കവിതയാണ്. കക്കാടിൻ്റെ കവിത എൻ്റെ ഒരു നോട്ടപ്പാടിൽ കക്കാടിൻ്റെ കവിതയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. കക്കാട് 927 ജൂലൈ 14 ജനിച്ചത്. ഇന്ന് ആ മനുഷ്യൻ്റെ ജന്മദിനമാണ്. ഞാനൊരു ദീർഘ നമസ്കാരം മനസ്സുകൊണ്ട് ചെയ്യുന്നു. 982 ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. തുഞ്ചൻ പറമ്പിൽ വെച്ചാണ് അദ്ദേഹവുമായി കാണുന്നതും പരിചയപ്പെടുന്നതും. പിന്നീട് അദ്ദേഹം മരിക്കുന്നത് 87 ജാനുവരിയിൽ മരിക്കുന്നത് വരെ ഏറെക്കുറെ വളരെ പിതൃസഹജമായ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി എന്നെ കൊണ്ടു നടന്നുള്ള ആളാണ്. അറിവിൻ്റെ വലിയ ഖനിയായി. സൂര്യന് കീഴിൽ അദ്ദേഹത്തിന് അറിയാത്ത വിഷയങ്ങളുണ്ടായിരുന്നില്ല. കവിതയിൽ അദ്ദേഹത്തിന് വഴങ്ങാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല. അത് സംസ്കൃത കവിതയും മലയാള കവിതയും വെസ്റ്റേൺ ലിറ്ററേച്ചറും, ഈസ്റ്റേണും വെസ്റ്റേണും, അതിൻ്റെ ആഴത്തിൽ തന്നെ ഒരു പക്ഷേ ഇന്ന് നമ്മൾ പരിചയിച്ചിട്ടുള്ള ഏത് അക്കാദമിക പണ്ഡിതന്മാരെക്കാളും ആഴത്തിൽ മൗലികമായി അറിഞ്ഞും ആലോചിച്ചുമാണ് കക്കാട് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അവാർഡ് ചെറുകാട് അവാർഡ് 84 എൻ്റെ ഓർമ്മ. ആദ്യത്തെ ചെറുകാട് അവാർഡ്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, ഏത് പത്രവാർത്ത കയ്യിൽ തന്നാലും 25 സംസ്കൃത വൃത്തത്തിലേക്ക് അത് മാറ്റി എഴുതാൻ എനിക്ക് 1 മണിക്കൂർ മതി. ഞാൻ വളയത്തിലൂടെ ചാടിയാണ് വളയമില്ലാതെ ചാടാൻ ശീലിച്ചത്. ഇത് പറയുന്നത് ഇങ്ങനെ കക്കാടിനെ കൊണ്ട് പറയിച്ച സാഹചര്യം എന്ന് പരിശോധിക്കുമ്പോഴാണ് കക്കാടിൻ്റെ കവിതയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട് എന്ന് മനസ്സിലാവുക. അതിൻ്റെ 1-ാം ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സമാഹാരം വരുന്നത്.
ശലഭഗീതം. ശലഭഗീതം എന്ന് പറയുന്ന സമാഹാരം 10-22 കവിതകളുള്ള വളരെ ചെറിയൊരു സമാഹാരം. അന്നത്തെ കണക്കിൽ ആ പുസ്തകം ഒരു മനുഷ്യനും ശ്രദ്ധിച്ചിട്ടില്ല, ശ്രദ്ധിക്കേണ്ട കാര്യവുമില്ല, ഇന്നതും പറയാലോ. കാരണം അതിന് ആ കവിതയ്ക്കകത്ത് തെളിഞ്ഞ സ്വഭാവത്തിലുള്ളൊരു കവിയുണ്ട്, കനപ്പെട്ട കാവ്യ അവബോധമുള്ള ഒരു കവിയുണ്ട്. പക്ഷേ പുതിയ ഒരു കവി അതിനകത്ത് ഇല്ല എന്ന് തന്നെ വേണം പറയാം. അപ്പം അതിനകത്തൊരു മാലാകാരൻ എന്നൊക്കെ പറഞ്ഞ കവിതകളുണ്ട്. ഞാനൊരു മാലാകാരൻ, മാലകൾ കെട്ടി നടപ്പു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാല കെട്ടി നടക്കുന്ന മാലാകാരൻ അയാൾ പറയും, എൻ്റെ മാലകൾ ആരും കാണുന്നില്ല, ആരും അത് വിലമതിക്കുന്നില്ല, ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു യാത്രികൻ വരും, വന്നാൽ അത് കണ്ടെടുത്താൽ അത് വലിയ വലിയ നിലയിൽ അത് സ്വീകരിക്കപ്പെടും എന്നൊക്കെ ഇങ്ങനെ കാൽപ്പനിക വിഷാദ ഛവി പുരണ്ട കാവ്യങ്ങളായിട്ട് ഇങ്ങനെ എഴുതി പോകുന്ന ഒരു പ്രതീക്ഷയില്ലാത്ത കവിയാണ്. ആ സമയത്താണ് 20-ാം നൂറ്റാണ്ട് ഇതിഹാസമൊക്കെ വരുന്നത്. അവിടെ വെച്ചാണ് കക്കാട് തിരിച്ചറിയുന്നത്. ഇന്നത്തെ അന്തരീക്ഷത്തിൽ, ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അവിടനല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അവിടനല്ലൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് 62-ൽ ആകാശവാണിയിൽ ജോലിക്കാരനായി കോഴിക്കോട് വരുന്നു. കോഴിക്കോട് എന്ന് പറയുന്നത് കേരളത്തിലെ ഏത് മഹാനഗരത്തിൻ്റെയും ഒരു മിനിയേച്ചറാണ്. കേരളത്തിൽ അങ്ങനെ ഒരു നഗരേ ഉള്ളൂ. അതാ കേരളത്തിൽ വേറെ ഒന്നും. ഇപ്പോൾ തിരുവനന്തപുരം ആ അർത്ഥത്തിലൊരു നഗരമല്ല, ഇന്നുമല്ല. എറണാകുളവും ആ അർത്ഥത്തിലൊരു നഗരമല്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ നമ്മുടെ പുതിയ സിനിമാഖ്യാനങ്ങളിൽ വലിയ അധോലോക സ്വഭാവമുള്ള കൊച്ചി മാറിയിട്ടില്ല, കൊച്ചി മാറിയിട്ടുണ്ടാവും, പക്ഷേ ബിലാൽ ഇപ്പോഴും പഴയ ബിലാലാണ് എന്ന് പറയുന്ന അങ്ങനെ നമ്മൾ എന്താ പറയുക, കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള ഒരു നഗരബോധമുള്ളൂ. സത്യത്തിൽ യഥാർത്ഥ നഗരം ഇപ്പോൾ ഡൽഹി പോലെ, ബോംബെ പോലെ, അല്ലെങ്കിൽ മദ്രാസ് പോലെ, കൽക്കത്ത പോലെ ഒന്നും ഉള്ള ഈ മെട്രോ എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നത് പോലെ ഒരു നഗരഭാവം എറണാകുളത്തിനില്ല, തൃശ്ശൂരിനില്ല, തിരുവനന്തപുരത്തിനില്ല. പക്ഷെ കോഴിക്കോടിനുണ്ട്. കോഴിക്കോട് നിങ്ങൾക്ക് ഒരു 25,000 ഉറുപ്പ്യ കൊണ്ട് ഒരു ദിവസം നിന്ന് ചിലവാക്കാം. 25,000 1 ലക്ഷം ഉറുപ്പ്യ വരെ ഇന്നത്തെ കണക്കിൽ നിന്ന് ചിലവാക്കിയിട്ട് ദൂർത്ത് അടിച്ച് ജീവിക്കാം. 10 ഉറുപ്പ്യ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇന്നൊരു ദിവസം കോഴിക്കോട് ജീവിക്കാം. രണ്ടുണ്ട്. കോഴിക്കോടിന് ഒരു എന്താ പറയുക, ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്, ഒരു അധോമുഖം ഉണ്ട്. അവിടെ തെരുവ് വേശ്യകളുണ്ട്, അവിടെ സ്വർഗഭോഗികളായിട്ടുള്ള മനുഷ്യരുണ്ട്, മദ്യമുണ്ട്, മയക്കുമരുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് നിത്യസജീവമായി ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ ഒരു ലോകമുണ്ട്. ഇപ്പോൾ മാഞ്ചസ്റ്റർ പോലത്തെ ഒരു സിറ്റി ആണോ അതെന്ന് ചോദിക്കാം. ഇപ്പോൾ കക്കാട് കണ്ട നഗരം എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ പോലത്തെ ഒരു നഗരമാണോ? അല്ലല്ലോ. അത്ര വലിയ യൂറോപ്യൻ നഗരങ്ങളുടെ, വ്യവസായ നഗരങ്ങളുടെ സ്വഭാവമുള്ള നഗരമാണോ? അല്ല. പക്ഷേ ഈ നഗരങ്ങളുടെയൊക്കെ സാംസ്കാരിക അന്തരീക്ഷവും സ്വഭാവവും കോഴിക്കോടിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു കോഴിക്കോട്ടാണ്, അങ്ങനെ ഒരു നഗരത്തിലാണ് കക്കാട് അവിടനല്ലൂർ എന്നുള്ള ഗ്രാമത്തിൽ വന്ന് പെടുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിനുണ്ടാകുന്ന ഈ മാനസികമായിട്ടുള്ള ഈ അരക്ഷിത ബോധം, അതും അവനവനെ കുറിച്ചല്ല. കക്കാട് പറയും കൃത്യമായിട്ട്, ഒരു കവിതയുടെ മുഖക്കുറിപ്പിൽ അദ്ദേഹം പറയും. വേരുകൾ എന്ന് പറയുന്നൊരു കവിത ഉണ്ട്, അതിൻ്റെ മുഖക്കുറിപ്പിൽ കക്കാട് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പാരമ്പര്യം എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല, അത് യഥാർത്ഥത്തിൽ വേര് തന്നെയാണ്. വ്യഷ്ടിയെ സമഷ്ടിയുമായി ബന്ധപ്പെടുത്തുന്ന വേരാണ് പാരമ്പര്യം എന്ന് പറയും. വ്യഷ്ടിയെ അത് സമഷ്ടിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ മാത്രമാണ് വ്യക്തി ജീവനുള്ള ഒന്നായിട്ട് തീരുന്നത്. അല്ലാത്തപ്പോഴൊക്കെ അയാൾ അനുഭവിക്കുന്നത് തീവ്രമായ മരണതുല്യമായ ഏകാന്തതയാണ് എന്നാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഒരു വാക്കൊരാൾ ഉച്ചരിക്കുമ്പോൾ ആ ഉച്ചരിക്കുന്ന കാലഘട്ടം ഏതാണ്, ആ കാലഘട്ടത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷം എന്താണ്, അയാൾ ജീവിച്ചു പോന്ന സാംസ്കാരിക അന്തരീക്ഷം എന്താണ്, അയാളുടെ സഞ്ചിത സംസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണ്, അയാൾ അതുവരെ ആർജിച്ചത് എന്താണ്, അയാൾ അതുവരെ ആർജിച്ചതിനെ മുൻനിർത്തിക്കൊണ്ട് അയാൾ മാറ്റി നിർത്തിയത് എന്തിനൊക്കെയാണ്. ഇതൊക്കെ കൂടി ആലോചിച്ചിട്ട് വേണം. അല്ലാതെ ഒരു വാക്കിനെ അങ്ങനെ എടുത്തിട്ട്, പാരമ്പര്യം എന്നൊരു വാക്കിനെ എടുത്തിട്ട് കക്കാടിനെ ഇന്ന് വിധിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. കക്കാട് നമ്പൂതിരിയായിരുന്നു, വേദമുള്ള നമ്പൂതിരിയായിരുന്നു. അടിസ്ഥാനപരമായി വേദം പഠിച്ചയാളാണ്, തന്ത്രം പഠിച്ചയാളാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് ക്ലീം എന്ന മന്ത്രാക്ഷരമായിരുന്നു. ഈ നിലയ്ക്ക് ഇന്നുണ്ട് എടുത്തിട്ട് നമ്പൂരിയായിരുന്നു കക്കാടെന്നും, കക്കാട് വലിയ സവർണനായിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് തീർക്കാം. ബലദാദിയ എന്നാണ് അദ്ദേഹം ഒരു കവിതയ്ക്കകത്ത് എഴുതുക.
ബലദാദിയായി എന്നാണ്. അത് പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടൊരു പദമാണ്. അപ്പം ഈ ഒന്നാം ഘട്ട കവിതയിൽ ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാം ഘട്ട ശലഭഗീത കവിത, അത് കഴിഞ്ഞിട്ട് കടക്കുന്ന കക്കാട് നഗരബോധത്തിലേക്കും നഗരം സൃഷ്ടിച്ചിരിക്കുന്ന ഈ ആത്യന്തികമായ സന്ധി പ്രതിസന്ധികളിലേക്കുമാണ് വന്നു പെടുന്നത്. അവിടെ വെച്ച് അദ്ദേഹം തിരിച്ചറിയണത് മാധവൻ അയ്യപ്പത്ത് മുന്നോട്ട് വെച്ച ഈ ഒരു പുതിയ ശില്പവിധാനം, ഇത്തരമൊരു ശില്പവിധാനത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. തൻ്റെ കയ്യിലുള്ള ഈ എന്താ പറയുക സമൃദ്ധമായ വിഭവങ്ങൾ, ഇത് രൂപതലത്തിലെ വിഭവങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം, കവിതയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഏറ്റവും പ്രയാസപ്പെട്ടിരുന്നത് കവിത വായിക്കാനും കവിത എഴുതാനും കവിത വായിക്കാനുമാണ്. സാഹിത്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റാനർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ പറയും നോവലാണെന്ന് പറയും. എന്താ കാരണം? എന്താ കാരണം? സാഹിത്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള റാനർ നോവലാണെന്ന് പറയാൻ കാരണം നോവലിൻ്റെ രൂപം താരതമ്യേന വളരെ ലളിതാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് നോവൽ വായിച്ചു തുടങ്ങും. അത് കഴിഞ്ഞാൽ ചെറുകഥ എന്ന് പറയും. നിങ്ങൾ കവിത വായിക്കില്ല. എന്താ കാരണം? കവിതയുടെ രൂപം ക്ലിഷ്ടമാണ്. അതുകൊണ്ടാണ് കവിതയിലേക്ക് പോകാത്തത്. ആ രൂപപരിചയം വരിക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കവിത എഴുതുന്ന ആളെ സംബന്ധിച്ചോ, കവിത എഴുതുന്ന ആളെ സംബന്ധിച്ച് അഭ്യാസഫലം വളരെ പ്രധാനമായിരുന്നു. ഇന്നൊരു പക്ഷേ നമ്മൾ പുതിയ കവിതയിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ രൂപതലത്തിലുള്ള ഒരു വ്യത്യാസവുമില്ലായ്മയാണ്, രൂപതലത്തിലുള്ള ഏകതാനതയാണ്. അപ്പോൾ സമൃദ്ധമായ സംസ്കൃത വൃത്തത്തിൻ്റെയും ദ്രാവിഡ വൃത്തത്തിൻ്റെയും വളരെ സമൃദ്ധമായ കാവ്യ അനുശീലന ശക്തി ഉണ്ടായിരുന്ന കക്കാടിനെ പോലൊരാൾ ഈ രീതിയിൽ നിന്ന് മാറണം എന്ന് ഉറയ്ക്കുകയും അതുവരെ എഴുതിപ്പോകുന്ന രീതികളിൽ നിന്ന് മാറുകയും ശിഥിലമായ ഒരു രൂപത്തിലേക്ക് കവിതയെ കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെയാണ്. ഇപ്പോൾ സച്ചിദാനന്ദനൊക്കെ സച്ചിമാഷൊക്കെ ആദ്യകാലത്തെ കവിത ശ്രദ്ധിക്കുക. അപ്പോൾ ഓപ്പോൾ എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത, ഓർമ്മകളാണെന്നോപ്പോൾ പാതിമയങ്ങിയ കണ്ണിൻ തുമ്പിലെ മിഴിനീരാണെന്നോപ്പോൾ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു ശില്പം. അവിടെ നിന്ന് അദ്ദേഹം പനി പോലത്തെ ഒരു കവിത എഴുതുമ്പോൾ, സത്യവാങ്മൂലം പോലത്തെ ഒരു കവിത എഴുതുമ്പോൾ, അമേരിക്ക പോലത്തെ ഒരു കവിത എഴുതുമ്പോൾ പച്ചഗദ്യത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ്. എനിക്ക് അമരത്വം വേണ്ട എന്ന് പച്ച മലയാളത്തിൽ എഴുതുകയാണ്, ശുദ്ധഗദ്യത്തിൽ. എനിക്ക് അമരത്വം വേണ്ട, രൂക്ഷമായ വെറുപ്പുകളും അതിലും രൂക്ഷമായ സ്നേഹങ്ങളുമുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ എന്ന് ഗദ്യഭാഷ എല്ലുറപ്പിലിങ്ങനെ നിന്നിട്ട് 60കളിൽ നമ്മളോട് സംസാരിക്കുകയാണ് കവിതയെ. ഈ രീതിയിൽ കക്കാട് അങ്ങനെ ശുദ്ധഗദ്യത്തിലേക്കല്ല വന്നത്. കക്കാട് അദ്ദേഹത്തിന് അറിയാമായിരുന്ന മറ്റ് ചില താളക്കണക്കുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം അസാമാന്യമായിട്ട് തായമ്പക വായിച്ചിരുന്നു. അതാണ് തായമ്പക എന്ന് പറയുന്നത് ചെണ്ടമേളത്തിലെ എന്താ പറയുക സെൽഫ് ഇംപ്രവൈസേഷൻ്റെ ഏറ്റവും വലിയ സാധ്യതയുള്ള ലോകമാണ്. അങ്ങനെയാണ്. ഇപ്പോൾ അപ്പുമാരോട് ചോദിച്ചിരുന്നെങ്കിൽ, അപ്പോൾ അവരോട് ചോദിച്ചാൽ പറയും എൻ്റെ അടുത്ത് 30 തായമ്പക ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം. അങ്ങനെ 30 തായമ്പക ഉണ്ടായിരുന്നു. ഏതാ തനിക്ക് വായിക്കേണ്ട, ഏതാ തനിക്ക് കേൾക്കേണ്ടതെന്നാണ് ചോദിക്കുക. അപ്പോൾ ഒരു നാദശില്പത്തിനകത്ത് സ്വന്തമായ കൈക്കണക്കുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന തായമ്പകയുടെ താളലോകം, ഈ താളലോകത്തെ വളരെ സമർത്ഥമായി കവിതയിലേക്ക് വിന്യസിക്കുകയാണ് കക്കാട് ചെയ്തത്. അതിനകത്ത് താന്ത്രിക വൃത്തിയുടെ എന്താ പറയുക ദർശനങ്ങളുണ്ട്. അങ്ങനെയാണ്, താന്ത്രിക വൃത്തിയുടെ ദർശനങ്ങളുണ്ട്. താൻ ഇക്കണ്ട കാലമായി സ്വരൂപിച്ചു വെച്ച അനുഭവ പശ്ചാത്തലങ്ങൾ മുഴുവനുണ്ട്. ഈ അനുഭവ പശ്ചാത്തലങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെ വഴിയിൽ ജീവിച്ച് നേടുന്ന അനുഭവങ്ങൾ, വായിച്ചു നേടുന്ന അനുഭവങ്ങൾ, ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് അനുഭവിക്കുന്നതും നമ്മൾ ഒരു പ്ലേഗ് പോലത്തെ ഇപ്പോൾ ഞാൻ ഏറ്റവും പുതിയ കാലത്തെ അവസ്ഥ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്താ പറയുക ഈ ഷട്ട് ഡൗൺ കാലത്ത് ഏറ്റവും നമ്മൾ നിരന്തരം ഇടപഴകിയിരുന്ന നമ്മുടെ ഈ എന്താ പറയുക ഈ നഗരപരിസരത്ത് തൊട്ടടുത്ത ജംഗ്ഷനിൽ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനാഥത്വമുണ്ട്. ഒരു മനുഷ്യനോ ഒരു ജീവി പോലും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഈ അനാഥത്വം, അത് നൽകുന്ന അനുഭവവും കമ്മ്യൂണിൻ്റെ പ്ലേഗ് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവവും അല്ലെങ്കിൽ സംസ്കാരം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവവും തമ്മിൽ വലിയ വ്യത്യാസമില്ല.
അപ്പോൾ ജീവിതവും വായനയും രണ്ടും നൽകുന്ന അനുഭവം മനസ്സ് ഏറ്റുവാങ്ങുന്നതിൻ്റെ സാന്ദ്രതയ്ക്കനുസരിച്ചിരിക്കും. അങ്ങനെ കക്കാടിന് ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്, ശരിക്കും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം, ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ, ഇത് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ NV-യുടെ വായന തന്നെ കേട്ടത്. ഒരു പഠിക്കുന്ന കാലത്ത് ഒരു സാഹിത്യ ക്യാമ്പിൽ നിന്ന് NV-യുടെ വായന കേട്ടതാണ്. കക്കാട് മരിച്ച വർഷം 87, 88 സംഭവം മറ്റേ കേരളവർമ്മ കോളേജിൽ പഠിക്കുന്നു. കക്കാട് വിദ്യാർത്ഥിയാണ്, NV അവിടെ പഠിപ്പിക്കുന്നു. എവിടെ നിന്നും ഒരു താളിയോല ഗ്രന്ഥത്തിൻ്റെ ഒരു കെട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് NV-ക്ക്. എന്നിട്ട് പറഞ്ഞു, ഏതോ ഇല്ലത്തിൻ്റെ തട്ടുമ്പുറത്ത് നിന്ന് കിട്ടിയതാണ്, പ്രാചീന മണിപ്രവാള കവിതകളിലെ ഏതോ ഒന്നാണ്, ആരും കണ്ടിട്ടില്ല, NV ഇതൊന്ന് നോക്കൂ എന്നിട്ട് കൊടുക്കുക. NV ഇത് കുത്തിയിരുന്ന് പഠിക്കുകയാണെന്നാണ് പറയുന്നത്. സത്യത്തിൽ സംഭവിച്ചെന്താ വെച്ചാൽ, ഈ മറ്റേ കരിമ്പനോനെ വെട്ടിയെടുത്തിട്ട് അത് ചളിയിൽ പൂഴ്ത്തി പാകം വരുത്തി പിന്നീട് അട്ടത്ത് വെച്ചിട്ട് അത് പുകയിച്ച് അതിലിരുന്ന് അതിൽ കക്കാട് എഴുതിയതാണ്. അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ഉണ്ണിയാടി ചരിതം പോലെ, ഉണ്ണിയച്ചി ചരിതം പോലെ, എത്രജാ രജനീകരേ രജനീകര ബിംബകളങ്ക കുരങ്ക ചാരക്കണ്ട് ചുഴറ്റിന നാവാൽ നക്കിൻ്റെ അളവിൽ ജാതി പ്രേമണ താനുടൻ അവിടെ താവി ഇറങ്ങി എന്ന പ്രാചീന മണിപ്രവാള ഭാഷയെ അതേപടി അനുകരിച്ചിട്ട് കക്കാട് എഴുതി കൊടുത്ത സാധനമാണ് നമ്മുടെ. അത് പിന്നെയാണ് അത്ര പറഞ്ഞത് ഇതാണ് സാധനം, ഫേക്കാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കാലത്തെ കാവ്യഭാഷയെയും സുഗമമായി അനുസരിക്കാൻ, അങ്ങനെയാണ് ഞാൻ ആ വാക്ക് വളരെ കൃത്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് അനുകരിക്കുക എന്നല്ല ഞാൻ പറയുന്നത്, അനുസരിക്കാൻ പ്രാപ്തനായിരുന്നു കക്കാട്. അതാണ് ആ അനുസരണശീലം ശില്പബോധത്തിൽ അദ്ദേഹം പുതിയ താളക്രമത്തിലേക്ക് കൊണ്ടുവരികയും ആ താളക്രമത്തിൽ ലയിപ്പിച്ചു ചേർക്കുകയും താൻ അനുഭവിച്ച ഈ നഗരത്തെ, നഗരജീവിതത്തിൻ്റെ മാലിന്യങ്ങളെ, നഗരജീവിതത്തിൻ്റെ ഈ ദുഷ്ടുകളെ, അതിൻ്റെ ദുഷ്ടലാക്കുകളെ, അതിൻ്റെ കഠിനവൃത്തിയെ, അതിൻ്റെ പാഷാണവൃത്തിയെ, ഒരിടത്തും അമൃതമയമല്ലാതെ പോകുന്ന ജീവിതത്തിൻ്റെ ദുരന്ത ദുശ്ശഗുണങ്ങളെ മുഴുവൻ അദ്ദേഹം ഈ താളക്കണക്കിലേക്ക് ചേർത്ത് വെച്ചു. അങ്ങനെ വന്ന ആദ്യത്തെ കവിതയുടെ പേര് പാതാളത്തിൻ്റെ മുഴക്കം എന്നാണ്. അദ്ദേഹത്തിൻ്റെ 2ാം ഘട്ട കവിതകൾ അവിടെയാണ് ആരംഭിക്കുന്നത്. ആ ഘട്ടത്തിൽ ഒരിടത്ത് അദ്ദേഹം മങ്ങാത്ത മയിൽപ്പീലി എന്നൊരു കവിത എഴുതുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള കവിതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മറ്റേ മലാകാരൻ എന്ന കവിതയ്ക്കകത്ത് നിന്ന്, അല്ലെങ്കിൽ ശലഭഗീത കവിതയ്ക്കകത്തെ സംസ്കാരത്തിൽ നിന്ന് പുതിയ സംസ്കാരത്തിലേക്കുള്ള, പുതിയ കാവ്യ സംസ്കാരത്തിലേക്കുള്ള ഈ ചുവടുവെപ്പ് വളരെ കൃത്യമായിട്ട് പ്രതിഫലിക്കുന്ന കവിതയാണത്. അതിൽ പറയും, ഇടനാഴിയിലൂടെ ഓടിയകന്നു ചടുലം മാമക ബാല്യം. ഇടനാഴിയിലൂടെ ഓടിയകന്നു ചടുലം മാമക ബാല്യം. എന്നിട്ട് പറയും, ഞാനൊരു പോത്തനിരിപ്പാണിങ്ങ് തൂണും ചാരി ദൂരെ. ഞാനൊരു പോത്തനിരിപ്പാണിങ്ങ് തൂണും ചാരി ദൂരെ. അസാമാന്യമായിട്ടുള്ള, നമ്മളിങ്ങനെ കാണും, ഞാനൊരു പോത്തനിരിപ്പാണിങ്ങ് തൂണും ചാരി ദൂരെ. ആ ഇരിപ്പുണ്ടല്ലോ, ഏത്? ഇടനാഴിയിലൂടെ ഓടിയകന്നു ചടുലം മാമക ബാല്യം. എൻ്റെ ബാല്യം ഇങ്ങനെ ചടുലം ഓടി അകലുന്നത് കാണുന്നു, പക്ഷെ ഞാനിവിടെ. ഈ ഒരു ദ്വന്ദ്വം ഉണ്ടല്ലോ, എന്തിനേയും വേറിട്ട് നിന്ന് നിർമ്മമമായി കാണാനുള്ള, ഞാനൊരു പോത്തൻ ഇരിപ്പാണകലെ തൂണും ചാരി ദൂരെ എന്ന ഈ ഒരു ദ്വന്ദ്വം ഉണ്ടല്ലോ. ആ ദ്വന്ദ്വത്തിൽ നിന്നിട്ടാണ് കക്കാട് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പാതാളത്തിൻ്റെ മുഴക്കം തൊട്ടിങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ആവർത്തിച്ച് പറഞ്ഞത്. പാതാളത്തിൻ്റെ മുഴക്കം സാമാന്യം ദീർഘമായൊരു കവിതയാണ്. ഇപ്പോൾ പാതാളം, കൗമാരം, യൗവനം, പൗരൻ, വാർദ്ധക്യം, മരണം എന്നിങ്ങനെ വിവിധ ഖണ്ഡങ്ങളായി തിരിച്ചിട്ടുള്ള പ്രിൻ്റിൽ 10 പേജോളം വരുന്ന കവിതയാണ്. 10 പേജോളം വരുന്ന കവിതയാണ് പാതാളത്തിൻ്റെ മുഴക്കം. ഇവിടെ ജനിപ്പിയിൽ ആദിത്യൻ, ഇവിടെ മരിപ്പിയിൽ ആദിത്യൻ, ഉച്ചത കൊൾവിയിൽ ഉച്ചണ്ടൻ. അങ്ങനെ
ഉച്ചത കൊൾവിയിൽ ഉച്ചണ്ടൻ. ഇങ്ങനെയാണ് ഈ കവിത ആരംഭിക്കുക. അതിൻ്റെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് കക്കാട് പറയും, നഗരമിത എൻ്റെ തൊട്ടു മുന്നിൽ, കിളിർന്നു പൊങ്ങും രുചിയും ഗന്ധവും ഇഴകും, മഞ്ഞക്കണ്ണുകൾ ചിമ്മിമിഴിക്കും, ചോരത്തുള്ളികൾ വിൽക്കും കൂറ്റൻ കൂട്ടിൽ, 4-ാം നിലയിലെ മട്ടുപ്പാവിൽ ക്ഷീണപദങ്ങൾ കുഴഞ്ഞേ നിൽക്കേ. ഈ ക്ഷീണപദങ്ങൾ കുഴഞ്ഞേ നിൽക്കേ, അതിൻ്റെ ഒരു താളഘടന ഓർക്കുക. മലയാള കവിത ആദ്യമായിട്ട് പരിചയിക്കുകയാണ് ആ താളഘടന. കുഴഞ്ഞേ നിൽക്കേ, കണ്ണിന് കഴിവോളം ദൂരത്തിൽ കണ്ടേൻ മുന്നിൽ നിവർന്ന് കിടന്നലറും നഗരത്തെ. മുന്നിൽ നിവർന്ന് കിടന്നലറും നഗരത്തെ. ഇതിൻ്റെ കുറ്റൻ സിരകളിലൂടെ കൃമികൾ ഇരയ്ക്കുന്നു, നുരഞ്ഞു കുത്തി ഒലിക്കുന്നു, പല വർണ്ണത്തിൽ, പല രൂപത്തിൽ, പല പല വടിവിലൊടുങ്ങാതെ. ഇതാണ് ഈ ഒരു സങ്കല്പത്തിൽ നിന്നിട്ടാണ് ഈ നഗരജീവിതത്തിൻ്റെ ദുഷ്ടതകളിലേക്ക് ഇതാ 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 എന്ന്, ഇതാ ആശ്രമമൃഗം കൊല്ല് എന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. ഇതാ ആശ്രമമൃഗം കൊല്ല്. ഈ ഒരു ഘടന, ഈ ഒരു സ്വഭാവം കവിതയെ ആവർത്തിച്ച് ഒരു പക്ഷേ ദുരൂഹമായ ഭാഷയിൽ, അങ്ങനെ തന്നെ പറയാം, ആധുനിക കവിതയുടെ ദുരൂഹമായ ഭാഷയിൽ. ഗുപ്തൻ നായർ സാറ് ആ കാലത്ത് എഴുതിയ ഒരു ലേഖനത്തിൻ്റെ പേര് ആധുനിക കവിത എന്നാണ്. ആ കവിത ആരംഭിക്കുന്നത്, ആ ലേഖനം ആരംഭിക്കുന്നത് പൊന്നിൽ കുളിച്ചവൾ നിൽക്കയാണ് ഇന്നൊരു മഞ്ഞണിക്കൊന്ന പൂത്ത പോലെ എന്ന ചങ്ങമ്പുഴയുടെ മഞ്ചീര ശിഞ്ചിത ശൈലി കേട്ട് വളർന്ന എൻ്റെ തലമുറയ്ക്ക് 20-ാം ശതകത്തിൽ അവനിപ്പോൾ അനാസിനാകുന്നു പ്രധാന ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ, എന്ന് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് അലോസരമൊന്നും തോന്നുന്നില്ല എന്ന് പാലൂരിൻ്റെ 2 വരിയാണ്. പാലൂരിൻ്റെ തീർത്ഥയാത്ര എന്ന സമാഹാരത്തിനകത്തെ ഒരു കള്ളക്കടത്തുകാർ എന്ന് പറയുന്ന കവിതയിലെ വരികളാണ്. 20-ാം ശതകത്തിൽ അവനിപ്പോൾ ആകുന്നു പ്രധാന ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് അലോസരമൊന്നും തോന്നുന്നു. പക്ഷെ അലോസരം ഉണ്ടായിട്ടുള്ളൂ. ആ കവിതയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ വിമർശന വിധേയമാകുന്നത് കക്കാടിൻ്റെ കവിതയും അയ്യപ്പ പണ്ഡിതരുടെ കുരുക്ഷേത്രമാണ്. അല്ല, ആ ലേഖനത്തിനകത്ത് സ്വീകാര്യമായിരുന്നില്ല. ഇങ്ങനെ ഒരു നഗരജീവിതത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ, ഈ നഗരജീവിതത്തിനകത്ത് നടക്കുന്ന ഈ കൃമിതുല്യമായ ജീവിതത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെ കൃത്യമായിട്ട് കാണിച്ചു തരാണ്. എങ്ങനെ ഈ എന്താ പറയുക, കനത്ത കൂറ്റൻ കാലുകൾ നീട്ടിയമർത്തി നടക്കും രാക്ഷസൻ, അവൻ ഊറ്റി വടിച്ചമൃതത്തു കഴിച്ചൊടുവിൽ വിസർജിക്കുന്നു കൃമികൾ അസംഖ്യം, അതിലൊന്നീ ഞാനും. അതാ നഗരം എന്ന് പറയുന്ന ഈ രാക്ഷസൻ വടിച്ച് തീർത്ത് അമൃതത്ത് കഴിച്ച് വിസർജിക്കുന്നു കൃമികൾ, അതിലൊന്ന് ഈ ഞാനും. 1960-കളിലാണെന്ന് ഓർക്കണം. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് 60-കളിലെ ജീവിതം എത്രമാത്രം ലളിതമായിരുന്നു എന്ന് വേണം തോന്നാം. ഇന്നത്തെ ഒരു സങ്കീർണതയില്ല. മുകൾ പരപ്പിൽ ഒരു സങ്കീർണതയില്ല. മുകൾ പരപ്പിലുണ്ടായിരുന്ന മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പടക്കാൻ എന്ത് കിട്ടുമെന്നതായിരുന്നു. ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നം വിശപ്പടക്കാൻ എന്ത് കിട്ടും. 3 നേരം വിശപ്പടക്കാനുള്ള ഈ കേവലമായ അന്നം എന്ത് കിട്ടും എന്നതാണ്. അങ്ങനെ അതായിരുന്നു അവരുടെ അന്വേഷണം. ഈ ഒരു അന്വേഷണം മാത്രമായിരുന്നു അവരുടെ പ്രശ്നം. ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നം അതായിരുന്നു. അങ്ങനെ ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഇങ്ങനെ ആഴത്തിലേക്ക് കടന്ന് ചിന്തിച്ചത്. അവരിത് ചിന്തിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്തായിരുന്നു ചോദിച്ചാൽ, അന്നത്തെ ആയിരുന്നില്ല വിഷയം. അവരുടെ മുമ്പിൽ അന്നത്തെ വിഷയമായിരുന്നില്ല. അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് വരാനിരിക്കുന്ന കാലത്തിൻ്റെ വിഷയമായിരുന്നു. അങ്ങനെയാണ്. നാളെ എന്തായിരിക്കും എന്നായിരുന്നു. നാളെ എന്താവുമെന്ന ആലോചനയിൽ നിന്നാണ് കുറ്റിപ്പുറം പാലം എന്നുള്ള ഇടശ്ശേരിയുടെ കവിത ഉണ്ടാകുന്നത്. കുറ്റിപ്പുറം പാലം എന്ന ആ കവിതയിൽ നിന്നാണ് ഒരു പക്ഷേ പിന്നീട് ഈ ആലോചനകളൊക്കെ രൂപപ്പെടുന്നത്. അങ്ങനെയാണ്. പിന്നീട് ഈ ആലോചനകളൊക്കെ രൂപപ്പെടുന്നതിൻ്റെ സാംസ്കാരിക അന്തരീക്ഷം അമ്പ പേരാറേ നീ ഒഴുകിപ്പോമോ ആകുലയാമൊരു അഴുക്കുചാലായി എന്ന ചിന്തയിൽ നിന്ന് തന്നെയാണ്. എടശ്ശേരി 55 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ വസ്തുത എത്ര എളുപ്പം, എത്ര കൃത്യമായി സംഭവിച്ചു പിന്നീട്.
മല്ലൂർ കയമിനി ചൊല്ലു മാത്രം മല്ലൂരെ തേവര് തെരുവ് ദൈവം ആണ് പറഞ്ഞത്. മല്ലൂർ കയമിനി ചൊല്ലു മാത്രം മല്ലൂരെ തേവര് തെരുവ് ദൈവം. 20 കൊല്ലമായി, 20, 25, 30 കൊല്ലമായി മല്ലൂരെ തേവര് തെരുവ് ദൈവമാണ്. മിനി പമ്പയാണ് ഇന്ന് ആ ഇടം. അങ്ങനെയാണ്. മല്ലൂർ കയമില്ല ഇപ്പോൾ. അങ്ങനെയാണ്. അടിസ്ഥാനപരമായി മാറിപ്പോയി. അതിൽ ഇടശ്ശേരി ഉപയോഗിക്കുന്ന 2 സാധനങ്ങളുണ്ട്. ഈ ഗ്രാമലക്ഷ്മി മറഞ്ഞു പോകും. എന്തൊക്കെ അതിൻ്റെ കൂടെ മറഞ്ഞു പോകും? പകലിലെ കർഷക സംഗീതങ്ങൾ, ഇരുളിലെ ഭീകരമൂകതകൾ. ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഇരുളിലെ ഭീകരമൂകതകൾ. നമുക്കിപ്പോൾ ഇരുട്ടില്ലല്ലോ. നമുക്ക് നിയോൺ വസന്തത്തിൽ കുളിച്ചു നിൽക്കുന്ന രാത്രിയല്ലേ ഉള്ളൂ, ഇരുട്ടില്ലല്ലോ. മറ്റേ എന്താ പറയുക, പവർ കട്ട് വരുന്ന സമയത്തുണ്ടാകുന്ന അരമണിക്കൂർ നേരത്തെ ഇരുട്ട്, അതാണ് ഇരുട്ടുമായിട്ട് നമ്മുടെ പരിചയം. കാര്യം 5 കൊല്ലമായിട്ട് അതുമില്ല. അങ്ങനെ ഇരുട്ടുമായിട്ടുള്ള നമ്മുടെ കേവല പരിചയത്താണ്. അപ്പോൾ ഇവർ മുൻകൂട്ടി നാളെ എന്ത് സംഭവിക്കുമെന്നത്, നാളെ എൻ്റെ കുട്ടികൾക്ക് എങ്ങനെ ജീവിതം അമൃതാകണം എന്നാലോചിക്കുന്ന ആ ഒരു ധാരണയിൽ നിന്നാണ് ഈ കവിതകളൊക്കെ രൂപപ്പെടുന്നത്. 963 പിന്നാലെ 963 ഒരു പക്ഷേ അന്ന് ആ കവിത കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. എന്തോ പറയാൻ ശ്രമിക്കുന്നു എന്നാ. കക്കാട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറയാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ അങ്ങേയറ്റം മാനവികവും അങ്ങേയറ്റം മനുഷ്യോന്മുഖവുമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഒരു പക്ഷേ അന്ന് NVA പോലെയുള്ള, അങ്ങനെയുണ്ടല്ലോ, NVA പോലെയുള്ള കവിതയുടെ മർമ്മം അറിയുന്നവർ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രധാന കാര്യമുണ്ട്. ഈ ഏത് കാലത്തെ കവിതയ്ക്കുമുള്ള ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് കവിതയുടെ മർമ്മം അറിയുന്ന 1 or 2 വായനക്കാർ ബാക്കിയാവുന്നുണ്ട് എന്നതാണ്. അതില്ലാതെ ഇപ്പോൾ എന്തായിരുന്നു ഇടശ്ശേരിയുടെ പ്രധാന പ്രശ്നം? ഇടശ്ശേരിയുടെ ആദ്യകാല കവിതകൾ നേരിട്ട പ്രശ്നം എന്തായിരുന്നു? 74 ഇടശ്ശേരി മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ്, 70കളാണ് അദ്ദേഹം പിന്നിലാവുള്ള രാത്രി എന്നുള്ള കവിത എഴുതുന്നത്. 71 പിന്നിലാവുള്ള രാത്രി എഴുതുന്നത്. 70 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്ന ആദ്യത്തെ അംഗീകാരം. ഇക്കണ്ട പണിയൊക്കെ ചെയ്തു വെച്ചിട്ട്. അത് പിന്നിലാവുള്ള രാത്രി എന്ന് പറഞ്ഞാൽ അവസാന യാമത്തിൽ ഉദിക്കുന്ന നിലാവാണ്. ഉദിച്ച 2 നാഴിക കൊണ്ട് 40 മിനിറ്റ് കൊണ്ട് അസ്തമിക്കും. ഇരുളായി പിറന്നു ഞാൻ ഇരുളെ പെറ്റുകൂട്ടി ഞാൻ ത്രിയാമാന്തേ ഇരുളായി പിറന്നു ഞാൻ ഇരുളെ പെറ്റുകൂട്ടി ഞാൻ ത്രിയാമാന്തേ നീ വന്നുദിച്ചത് ഏതു പുണ്യത്തിനാലെയോ എന്നാണ് ഇടശ്ശേരിയിൽ പറയാം. ആണ്. കൃത്യമായി വായിക്കാൻ ഒരാളുണ്ടായില്ല എന്നുള്ളതാണ്. പിൽക്കാലം മരിച്ചു കഴിഞ്ഞതിന് ശേഷം വായിക്കാൻ ആളുണ്ടായി എന്നതുമാണ്. മരിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കവികളാണ് ഇവരൊക്കെ. അതാണ് അതിൻ്റെ വേറൊരു തമാശ. മരിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കവികളാണ്. ഈ പാതാളത്തിൻ്റെ മുഴക്കം എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് ഇങ്ങനെ നട്ടല്ലൂരിയിട്ട് എന്താ പറയുക, ഈ രാക്ഷസന്റെ വായിൽ തിരുകിയ അപ്പക്കഷണത്തിൻ്റെ പകുതി കൈപ്പിടിയിൽ സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെയാണ് കീഴടങ്ങുകയാണ്. മാനസികമായി, ശാരീരികമായി, സാംസ്കാരികമായി, രാഷ്ട്രീയമായി. അതാണ് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം. 60കളിൽ രാഷ്ട്രീയമായി കീഴടങ്ങിയതുണ്ടോ കേരളത്തിൻ്റെ സമൂഹം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കക്കാടിൻ്റെ കവിതയ്ക്കകത്തുണ്ട്. 60കളിലെ രാഷ്ട്രീയമായ കീഴടങ്ങലിൻ്റെ ഫലമാണ് 60കളുടെ അവസാനത്തിൽ രാഷ്ട്രീയമായി കീഴടങ്ങിയതിൻ്റെ എന്താ പറയുക അതിൻ്റെ സാംസ്കാരികമായ പ്രതിഫലനമാണ് ഇന്ന് നടക്കുന്ന ഈ എന്താ പറയുക അപവാദങ്ങളും ഉപജാപങ്ങളും തുറക്കാൻ പറ്റാത്ത ചാനലുകൾ വിളിച്ചു പറയുകയും ചെയ്തു. അത് പാർക്കിൽ നിന്നുള്ള കവിതയിലേക്കൊക്കെ വരുമ്പോഴേക്കും കക്കാട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം വിശദീകരിക്കുന്നുണ്ട്. കക്കാട് തന്നെ സ്വയം വിശദീകരിക്കാം. കുറിപ്പുകളൊക്കെ കക്കാട് തന്നെയാണ് എഴുതുന്നത്. അതാണ് അതിൻ്റെ തമാശ. അവനവൻ്റെ കവിതയ്ക്ക് അവനവൻ തന്നെ എന്താ പറയുക വിശദീകരണം നൽകേണ്ടുന്ന അവസ്ഥ, അതിൻ്റെ ശില്പം അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ മുറുകി നിന്നത് കൊണ്ട് സംഭവിച്ചതാണ്. പിന്നെ ഇരുന്നേൻ ബെഞ്ചിൽ ക്ഷീണൻ, അങ്ങനെ
പിന്നെ ഇരുന്നേൻ ബെഞ്ചിൽ ക്ഷീണൻ. ശ്രദ്ധിക്കണം, വാക്കൊക്കെ എത്ര സൂക്ഷ്മമായിട്ടാണ് അത്. ഈ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെ വിളിച്ചു പറയാൻ വാക്കിനെങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പോക്കുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പോക്കുണ്ട്. പാർക്കിൽ നിന്നുള്ള കവിതയിലാണ്: അന്തി ചവിട്ടി മെതിക്കേ പകൽ വീണടിയുന്നു. അന്തി ചവിട്ടി മെതിക്കേ പകൽ വീണടിയുന്നു. ഗാനാലാപന കളഭാഷണ കങ്കണ രിങ്കണ നവവസനോന്മിത നർമ്മര മർമ്മ പരാഭവ പരിഭവ പരിഹാസ കഷായിത പരിവാഹം. ഒറ്റ വാക്കാണ്, ഒരു സമസ്ത പദം. ഗാനാലാപന കളഭാഷണ കങ്കണ രിങ്കണ നവവസനോന്മിത മർമ്മര നർമ്മ പരാഭവ പരിഭവ പരിവാഹ കഷായിതം, പരിഹാസ കഷായിത പരിവാഹം. വളരെ സൂക്ഷ്മമായി ഓർത്തെടുക്കേണ്ടത് സാധനമാണ്. ഈ ഒരു രചനാരീതി, ഈ ഒരു രചനാരീതി ഇത്ര എന്താ പറയുക, ഈ നിർമ്മമമായി, ഇത്രമേൽ ചെടിപ്പോടുകൂടി, സ്വന്തം ജീവിതത്തെ വിഴുങ്ങേണ്ടി വരുന്നുവല്ലോ എന്ന ഖേദത്തോടുകൂടി, ഇങ്ങനെയാണ് ഈ പാർക്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവിത 963 എന്ന കവിത വരുന്നത്. രണ്ടാം ഘട്ട കവിതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിത 963 രൂപപ്പെടുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പാതാളത്തിൻ്റെ മുഴക്കം എന്ന കവിതയിൽ പറഞ്ഞ അതേ അന്തരീക്ഷത്തിലാണ്. ഇപ്പം NV നഗരത്തിലൊരു സായാഹ്നം പോലത്തെ കവിതകൾ എഴുതുന്നുണ്ട്. അതിനകത്തെ നഗരത്തിൻ്റെ ഈ എന്താ പറയുക, അന്തര്യാമിയായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ മുഴുവൻ ചോർത്തിയെടുത്തിട്ടാണ് 963 പോലത്തെ ഒരു കവിത രൂപപ്പെടുന്നത്. 963 പോലത്തെ ഒരു കവിത, ഈ 963 നേരത്തെ ഞാൻ പറഞ്ഞ പാതാളത്തിൻ്റെ മുഴക്കം, പാർക്കിൽ, 963 തീർത്ഥയാത്ര, ഇങ്ങനെ വരുന്ന ഈ കവിതകൾ മൊത്തത്തിൽ ചെന്ന് സംഗമിക്കുന്ന ഒരു സ്ഥലം 43ാമത്തെ കവിത. എൻ്റെ കണക്കിൽ അത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഒന്നുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതൊന്നും അവസാന വാക്കല്ല, കവിതയെ സംബന്ധിക്കുന്ന ചില നിരീക്ഷണങ്ങൾ മാത്രമാണ്. 963 ഈ 3 കവിതകളുടെ പിന്നീട് വരുന്ന ഈ അർത്ഥത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പോകുമ്പോൾ അദ്ദേഹത്തിന് മാസ്റ്റർ പീസ് രൂപപ്പെടും. അതിൻ്റെ പേര് എന്താ പറയുക, വജ്രകുണ്ഡലം എന്നാണ്. 963 തുടങ്ങുന്നത് മഹാഭാരതത്തിലെ ഒരു ആദിപർവത്തിൽ നിന്ന്. മഹാഭാരതത്തിലെ ഉത്തങ്കോപാഖ്യാനം, ആദിപർവത്തിലെ ഉത്തങ്കോപാഖ്യാനത്തിലെ ഒരു ശ്ലോകത്തെ മുൻനിർത്തിയിട്ടാണ്. ത്രിണ്യർപ്പിതാൻ അന്യത്ര ശതാനി മധ്യേ ഷഷ്ടിശ്ച നിത്യം ചരതി ധ്രുവേ അസ്മിൻ പക്രേ ചതുർവിംശതി പർവയോഗേ ഷഡോ കുമാര പരിവർത്തയന്തി എന്ന മഹാഭാരതത്തിലെ ആദിപർവത്തിലെ ഉത്തങ്കോപാഖ്യാനത്തിലെ ഒരു സന്ദർഭം, ഒരു ശ്ലോകം എടുത്ത് മുഖത്ത് ചേർത്ത് വെച്ചിട്ട് അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. എന്തൊരു വിങ്ങൽ, വിയർത്തു കുളിക്കുന്നു. 963 എന്ന കവിത നേരത്തെ പറഞ്ഞ പോലെ 5 ഖണ്ഡങ്ങളുള്ള വളരെ വലിയ കാവ്യങ്ങളിലൊന്നാണ്. ഉരുക്കഴിച്ച് വായിക്കേണ്ട കവിതകളാണ്. നിങ്ങൾ നിസ്സാരമായി വായിച്ചു പോകാവുന്ന മുട്ടായി പരുവമുള്ള കവിതകളല്ല. ആണ് അതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. മുട്ടായി പരുവുള്ള കവിതകളല്ല, വളരെ ആഴത്തിൽ വായിച്ചു പോകേണ്ടുന്ന കവിതകളാണ്. ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത മറ്റേ എന്താ പറയുക, വജ്രകുണ്ഡലത്തിലെത്തുമ്പോൾ അതുവരെ 42 കവിതകൾ എഴുതിയിട്ടും പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർന്നില്ല എന്ന ഒരു ഉത്കടമായ ആവേഗമാണ് ഈ ഒരു ഖണ്ഡകാവ്യം, വജ്രകുണ്ഡലം എന്ന് പറയുന്ന ഖണ്ഡകാവ്യം കക്കാടിനെ കൊണ്ട് എഴുതിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഉത്തങ്കോപാഖ്യാനമാണ് അതിൻ്റെ അടിസ്ഥാനം. വീണ്ടും ഈ 963 ആദ്യ ശ്ലോകത്തിൻ്റെ ബാക്കി മുഴുവൻ അവിടെയാണ് പൊലിക്കുന്നത്. ഉത്തങ്കോപാഖ്യാനം, ഉത്തങ്കൻ ആ ഉപാഖ്യാനം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഉത്തങ്കൻ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, കോഴ്സ് കഴിഞ്ഞപ്പോൾ ഗുരുവിന് ഗുരുദക്ഷിണ കൊടുക്കണം. അപ്പോൾ ഗുരു പറഞ്ഞു, എനിക്ക് ദക്ഷിണയൊന്നും വേണ്ട. അവസാനം ഗുരുദക്ഷിണ ഇല്ലാത്ത വിദ്യ അപൂർണ്ണമാണ് എന്ന് അറിയുന്നതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഗുരു പത്നി പറഞ്ഞു, എനിക്ക് ഇന്ദ്രൻ്റെ കയ്യിൽ 2 വജ്രകുണ്ഡലങ്ങളുണ്ട്, അത് കിട്ടിയാൽ നന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ്.
ഇന്ദ്രൻ്റെ അടുത്തേക്ക് പോയി, ഇന്ദ്രനോട് ചെന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രാണിയുടെ കയ്യിലാണ് ഈ സാധനം. ഇന്ദ്രാണി വളരെ സന്തോഷത്തോടു കൂടി ഉത്തങ്കന് ഇത് കുണ്ടലങ്ങൾ കൊടുത്തു. പക്ഷെ കൊടുക്കുമ്പോൾ പറഞ്ഞു, ഈ വജ്രകുണ്ടലങ്ങൾ തക്ഷകൻ കാത്തിരിക്കുന്നതാണ്, ആൾ ഇത് തട്ടിയെടുക്കാൻ കുറേ ശ്രമിച്ചതാണ്, വളരെ സൂക്ഷിക്കണം, തക്ഷകൻ ഏത് സമയത്തും ഇത് വന്ന് തട്ടിക്കൊണ്ടുപോകും, സൂക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോരുന്ന വഴിയിൽ ഇയാളുടെ കൂടെ ഒരു ബ്രാഹ്മണൻ ഇയാളുടെ കൂടെ കൂടി. അങ്ങനെ സംസാരിച്ച് രണ്ടുപേരും ഇടപഴകി പോരുന്നതിനിടയിൽ സന്ധ്യാവന്തനത്തിന് സമയമായി. അപ്പം അടുത്ത് കണ്ട ജലതീർത്ഥത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സന്ധ്യാവന്തനത്തിന് ജലാചമനം നടത്താൻ വേണ്ടി ഇയാൾ തയ്യാറായി. ഈ കുണ്ടലങ്ങൾ താഴെ വെച്ചിട്ട് ഇയാൾ വെള്ളത്തിലിറങ്ങിയപ്പോൾ ഈ ബ്രാഹ്മണ വേഷത്തിൽ വന്ന തക്ഷകൻ ഈ കുണ്ടലങ്ങൾ മോഷ്ടിച്ച് അയാൾ ഓടി. പിന്നാലെ ഓടിയപ്പോഴേക്കും അയാൾ യഥാർത്ഥ രൂപത്തിൽ അടുത്ത് കണ്ട ഒരു മടയിലൂടെ അയാൾ രക്ഷപ്പെട്ടു. പിന്നെ അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഉത്തങ്കൻ നടത്തുന്ന അസാമാന്യമായിട്ടുള്ള ക്ലേശങ്ങളാണ്. ആ ക്ലേശങ്ങളുടെ ഒടുവിൽ ഈ കുണ്ടലങ്ങൾ അയാൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വജ്രകുണ്ടലം എന്ന കവിതയ്ക്കകത്ത് ഈ ഉത്തങ്കോപാഖ്യാനത്തിലെ ഒരു സന്ദർഭമില്ല, ഉത്തങ്കോപാഖ്യാനത്തിലെ ഒരു സന്ദർഭവുമില്ല, ഒരു വിശദീകരണവുമില്ല, ഈ കഥാസ്പർശം പോലുമില്ല. എന്നാൽ കവിതയുടെ തുടക്കത്തിൽ കാശ്മീരി കവിയായ ബിൽഹണനൊക്കെ അതിൽ റെഫറൻസ് വരുന്നുണ്ട്. അസാമാന്യമായിട്ടുള്ള ഒരുപാട് റെഫറൻസസ് ഉണ്ട് അതിൽ. അത് ശരിക്കും വജ്രകുണ്ടലം സംവദിക്കണമെങ്കിൽ മഹാഭാരതം ഉപസ്ഥിതമായ ഒരു മനസ്സിനോടെ അത് സംവദിക്കൂ എന്ന കാര്യം ഉറപ്പാണ്. ഇന്നും വജ്രകുണ്ടലം മുഴുവൻ വായിച്ച് തീരാത്തതിൻ്റെ കാര്യം അതാണ്. അതിനകത്ത് ഇങ്ങനെ ചിതറിയ ചിത്രങ്ങളിലൂടെ വൽക്കണ്ണാടി പോലെ മൽഗ്രാമഖണ്ഡം എന്നൊരു സാധനം ഉണ്ട് അതിൽ. വാൽക്കണ്ണാടി പോലെ മൽഗ്രാമഖണ്ഡം, ഈ വാൽക്കണ്ണാടി പോലെയുള്ള തൻ്റെ ഗ്രാമത്തിൽ നിന്നുകൊണ്ട്, അവിടനല്ലൂരിൽ നിന്നുകൊണ്ട്, തുരുത്തിമലയുടെ താഴെയുള്ള അവിടനല്ലൂരിൽ നിന്നുകൊണ്ട് ഈ നഗരത്തിലേക്ക് വന്ന് ചേർന്നപ്പോൾ പിതുരങ്കുലിയിൽ തൂങ്ങി കണ്ടേൻ എന്ന് പാതാളത്തിൻ്റെ മുഴക്കത്തിൽ പിതുരങ്കുലിയിൽ തൂങ്ങി കണ്ടേൻ. ആ നഗരം തന്നെ, ഈ ഗ്രാമനഗര ജീവിത സാംസ്കാരിക സംഘർഷം ഇത് നാളെ എങ്ങനെയായിരിക്കും വന്നു ഭവിക്കുക എന്നാലോചിച്ച്, എന്തായിരിക്കും വന്നു ഭവിക്കുക എന്നാലോചിച്ച് ഒടുവിൽ ആ കവിതയുടെ അവസാനത്തിൽ പറയും, മറ്റൊന്നും ചെയ്യാനില്ല. ഈ വജ്രകുണ്ടലം എന്ത് എന്ന ചോദ്യത്തിന് കവിത നൽകുന്ന ഉത്തരം, കക്കാട് നൽകുന്ന ഉത്തരമല്ല, കവിത ഒരു ജൈവരൂപി എന്ന നിലയ്ക്ക് അത് സ്വയം സംസാരിക്കും. എല്ലാ കവിതകളും ജൈവരൂപികളായി, മനുഷ്യൻ ജീവനുള്ള ജൈവരൂപിയാണ് നമ്മളൊക്കെ. നമ്മൾ സംസാരിക്കുന്നത് പോലെ കവിത സംസാരിക്കും. വജ്രകുണ്ടലം സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ എന്നോട് സംസാരിക്കാൻ ശ്രമിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നോട് ആ കവിത സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, വജ്രകുണ്ടലം മറ്റൊന്നുമല്ല, അമൂല്യമായ മൂല്യബോധമാണ്. മൂല്യബോധം എന്ന് പറയുന്നത് രണ്ട് തരം മൂല്യങ്ങളുണ്ട്. അതൊന്ന് സമൂഹത്തിൻ്റെ മൂല്യങ്ങളാണ്, മറ്റൊന്ന് ശാശ്വത മൂല്യങ്ങൾ. സമൂഹത്തിൻ്റെ മൂല്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് കാലാനുസൃതമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തൊട്ടുകൂടായ്മ സമൂഹത്തിൻ്റെ മൂല്യമായിരുന്നു, ഒരു കാലത്ത് അതിശക്തമായ മൂല്യമായിരുന്നു. അപ്പോൾ ഇപ്പോൾ തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞാൽ അൺടച്ചബിലിറ്റി ഈസ് എ ക്രൈം, പൂർണ്ണമായും മാറി. അത് എവിടെയെങ്കിലും മാറിയിട്ടില്ലെങ്കിൽ അത് മാറ്റാൻ പാകത്തിൽ ഇടപെടാനുള്ള ശക്തികൾക്ക് മറ്റേതിനേക്കാൾ ശക്തി ഉണ്ട് എന്ന അവസ്ഥ വന്നു. ശാശ്വത മൂല്യങ്ങൾ അങ്ങനെയല്ല. സ്നേഹം, പിതൃസ്നേഹം, പുത്രസ്നേഹം, മാതൃസ്നേഹം, പ്രണയം, കാമം പോലും ആ അർത്ഥത്തിൽ ശാശ്വത മൂല്യമാണ്. അപ്പോൾ കെടാതെ സൂക്ഷിക്കേണ്ടത് ഏതിനെയാണ്? കെടാതെ സൂക്ഷിക്കേണ്ടത് ശാശ്വത മൂല്യങ്ങളെയാണ്. അതിതീവ്രമായ ശാശ്വത മൂല്യങ്ങളെ കെടാതെ സൂക്ഷിക്കുക എന്നതാണ് മനുഷ്യൻ. ഈ ഏത് നിമിഷവും ഇത് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പാകത്തിൽ തക്ഷകനുണ്ട്. നഗരം എന്ന ബോധത്തിൽ നിന്ന് പോലും വളർന്നിട്ടുണ്ട് ഈ വജ്രകുണ്ടലത്ത് എത്തുമ്പോൾ. തക്ഷകൻ അപ്പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഈ തക്ഷകനിൽ നിന്ന് എങ്ങനെ ജീവിതത്തിൻ്റെ ശാശ്വത മൂല്യത്തെ എന്നേക്കുമായി കാത്തുവെക്കാം, എന്നേക്കുമായി സൂക്ഷിച്ചു വെക്കാം, ഘടദീപം പോലെ അതിനെ എങ്ങനെ കൊണ്ടു നടക്കാം? അതാണ് ഒരിക്കലും കെടാത്ത ഏത് മഹാമാരിയിലും, ഏത് മഹാരണത്തിന് നടുവിലും, ഏത് വലിയ കൊടുങ്കാറ്റിന് നടുവിലും രണ്ട് കൈകൾ കൊണ്ട് ഈ പ്രസരിക്കുന്ന വെളിച്ചത്തെ, മൂല്യത്തിൻ്റെ പ്രസരിക്കുന്ന വെളിച്ചത്തെ, വജ്രകുണ്ടലത്തിൻ്റെ വെളിച്ചത്തെ എങ്ങനെ പൊതിഞ്ഞു പിടിച്ചു സൂക്ഷിക്കാം? ഇതായിരുന്നു ചോദ്യം. ആ കവിത അവസാനിക്കുന്നത് അസാമാന്യമായിട്ടുള്ളൊരു ഒരു ചിത്രത്തിലാണ്. വിനതേ ഹതഭാഗ്യേ, വിനത കദ്രു, ഓർക്കുക, വിനതയും കദ്രും സഹോദരിമാരാണ്. പക്ഷേ പരസ്പരം ഭയങ്കര ശത്രുതയായിരുന്നു.
കദ്രു പ്രസവിച്ചു 100 കുട്ടികൾ. അനന്തൻ തൊട്ടിങ്ങോട്ട്, അനന്തൻ തക്ഷകൻ തൊട്ട്, അനന്തൻ വാസുകി തക്ഷകൻ തൊട്ടിങ്ങോട്ട് സർപ്പങ്ങളാണ് കുഞ്ഞുങ്ങൾ. വിനിത ഇതേപോലെ 2 മുട്ടയാണ്. അപ്പുറത്ത് 100 മുട്ട വിരിഞ്ഞു, ഇവിടെ 2 മുട്ട ഇട്ടിട്ടുണ്ട്. ഈ 2 മുട്ടയും വിരിയുന്നില്ല. അപ്പുറത്ത് 100 മക്കളുണ്ട് എന്നതിൻ്റെ ആഹ്ലാദം സഹിക്കാൻ വയ്യാതെ വിനിത ഒരു മുട്ട കൊത്തി ഉടച്ചു. ആ കൊത്തി ഉടച്ചത് പാതി ജീവനായി പുറത്തു വന്നു. അയാൾ ശപിച്ചു, നീ അടിമയായി പോകട്ടെ. എന്നിട്ട് ശാപമോക്ഷം കൊടുത്തു അമ്മയ്ക്ക്. അടുത്ത മുട്ട വിരിയും വരെ കാത്തിരിക്കുക. അത് വിരിഞ്ഞാൽ ശക്തിമാനായ പുത്രനുണ്ടാവും. അവൻ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും. പതിജീവനായ അരുണൻ, ആ അരുണൻ സൂര്യൻ്റെ തേരാളിയായി പറന്നുപോയി എന്ന് മഹാഭാരതം. എന്നിട്ട് കാത്തിരുന്നു വിനിത. യുഗങ്ങളോളം കാത്തിരുന്നിട്ടാണ് ആ മുട്ട വിരിഞ്ഞത്. അവൻ ഗരുഡൻ. അതിനിടയിൽ ഇവർ തമ്മിൽ ഒരു മത്സരം ഉണ്ടായി, ഒരു വാതുവെപ്പുണ്ടായി. ഉച്ചൈസ്രവസ് എന്ന് പറയുന്ന കുതിര വെളുത്തിട്ടാണ്. പക്ഷേ അത് ആ കുതിരയ്ക്ക് കറുപ്പ് നിറം വെളുപ്പിൻ്റെ കൂടെ ഉണ്ട് എന്ന് കദ്രു വാദിച്ചു. വിനിത അത് വെളുപ്പാണ് എന്നും പറഞ്ഞു നിന്നു. മത്സരിച്ചു. തോറ്റാൽ മറ്റാളുടെ, ജയിച്ച ആളുടെ അടിമ. കദ്രു തോൽക്കും എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അവർ മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഉച്ചൈസ്രവസിൻ്റെ വാലിൽ തൂങ്ങിക്കിടക്കണം, ദൂരെ നിന്ന് നോക്കിയാൽ കറുപ്പ് നിറം തോന്നണം. അങ്ങനെ മക്കൾ അമ്മയ്ക്ക് വേണ്ടി വാലിൽ ചുറ്റിപ്പിണഞ്ഞ് കിടന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഉച്ചൈസ്രവസിൻ്റെ നിറം കറുപ്പും കൂടി ഉള്ളതാണ് എന്ന് വന്നപ്പോൾ വിനിത അടിമയായിപ്പോയി. ഈ മുട്ട വിരിഞ്ഞു. കാലാന്തരങ്ങൾക്ക് ശേഷം മുട്ട വിരിഞ്ഞ് പുറത്തു വന്നത് ജാജ്വല്യമാനമായ പ്രകാശം പരത്തുന്ന അതിസുന്ദരനും അതിശക്തനുമായ വജ്രക്കൊക്കുകളോടും വജ്രനഖങ്ങളോടും കൂടിയ അതിപ്രഭാവവാനായ ഗരുഡനായിരുന്നു. അപ്പോൾ അമ്മയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമൃതം വേണം എന്നാണ്. സ്വർഗ്ഗലോകത്തു നിന്ന് അമൃതം കൊണ്ടുവന്ന് തരണമെന്നാണ്. ഗരുഡൻ സ്വർഗ്ഗലോകത്ത് നിന്ന് അമൃതം കൊണ്ടുവന്ന് കൊടുത്ത് അമ്മയെ മോചിപ്പിച്ചു എന്നാണ്. ഈ ഒരു 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 ഉപാഖ്യാനത്തെ ഒരു ഉപാഖ്യാനത്തെ കവിതയുടെ അവസാനത്തെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വളരെ ശക്തമായ ഒരു ഇമേജാക്കി അങ്ങ് നിർത്തിയിട്ട്, വിനതേ ഹതഭാഗ്യേ കൊത്തിയുടയ്ക്കായിക നിന്നണ്ട്, വിനതേ ഹതഭാഗ്യേ കൊത്തിയുടയ്ക്കായിക നിന്നണ്ടം, കളാഗ്നി പ്രളയജലോപരി ഉരുകാത്തൊരു വജ്രകണത്തിന് തുണയായിട്ടുരുകിയിരിക്കാം എന്നാണ് കവിത അവസാനിക്കുക. ഞാനീ കാളാഗ്നി പ്രളയജലോപരി ഉരുകാത്തൊരു വജ്രകണത്തിന് തുണയായിട്ടുരുകിയിരിക്കാം. ഇങ്ങനെ വജ്രകുണ്ഡലത്തിൽ വന്ന് നിൽക്കുന്നതിനിടയിൽ ഇന്ത്യയിൽ സംഭവിച്ച ഒരു വലിയ വ്യത്യാസം, രാഷ്ട്രീയമായിട്ടുള്ള ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, 75-ലെ അടിയന്തരാവസ്ഥയാണ്. രാഷ്ട്രീയമായി ഉണ്ടായ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. സാംസ്കാരിക രംഗത്തിനും മാനുഷികത്തിനും നേരെ ഉണ്ടായ രാഷ്ട്രീയമായ വലിയൊരു വെല്ലുവിളിയായിരുന്നു അടിയന്തരാവസ്ഥ. 75-ൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവെന്ന് പറയുന്നത് നാവടക്കുക, പണിയെടുക്കുക എന്നതായിരുന്നു. ഒരു തരത്തിലുള്ള അഭിപ്രായത്തിനും ഇടമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നില്ല. നിങ്ങൾ എന്ത് പറയണമെന്ന് ഭരണകൂടം തീരുമാനിക്കും. അതാണ്, നിങ്ങൾ എന്ത് പറയണമെന്ന് ഭരണകൂടം തീരുമാനിക്കും. നിങ്ങൾ എന്ത് ചിന്തിക്കണമെന്ന് ഭരണകൂടം തീരുമാനിക്കും. അതിനപ്പുറത്തേക്ക് കടന്ന് നിങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയാൽ ഭരണകൂടം ഒരുക്കി വച്ചിരിക്കുന്ന തടവറയിലേക്ക് നിങ്ങൾ അനയിക്കപ്പെടും. നിങ്ങൾ പീഡിപ്പിച്ച് കൊല്ലപ്പെടും. കരൾ പിളരും കാലം എന്ന സി രാധാകൃഷ്ണൻ്റെ ഒരു നോവലുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയാൽ അത് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയുടെ കറക്റ്റ് ഡോക്യുമെൻറ്റേഷനാണ്. ഒരു തരത്തിലുള്ള എക്സാജറേഷൻസും ഇല്ലാത്ത രാധാകൃഷ്ണൻ പത്രപ്രവർത്തകനായി ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ്. അങ്ങനെ ഒരു നോവൽ ഇന്ത്യയിൽ വേറെ വന്നിട്ടില്ല. അടിയന്തരാവസ്ഥയെ ഇത്രയും കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്ത മറ്റൊരു കൃതി വന്നിട്ടില്ല. ആ കാലത്ത് 75-നും 77-നും ഇടയിലെ 2 വർഷക്കാലം കേരളത്തിൽ ഉറക്കെ സംസാരിച്ച 3-4 കവികളേ ഉള്ളൂ. അതിൽ ഒരാളുടെ പേര് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്നാണ്. മിണ്ടുകം മഹാമുനി എന്നാണ് അതിൽ വെച്ചത്. കാർട്ടൂൺ കവിതകൾ എന്ന് പറയുന്ന ഒരു സ്ട്രിപ്പുണ്ട്.
അസാമാന്യമായ രാഷ്ട്രീയ കവിതകളാണ്. വൈലോപ്പിള്ളിയെപ്പോലെ ഇത്രയും എന്താ പറയുക, ഈ ഇടശ്ശേരി 74 മരിച്ചു പോയിട്ടുണ്ട്. ഇടശ്ശേരി ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ബുദ്ധനും ഞാനും നരിയും എഴുതിയ ഇടശ്ശേരി അക്കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എഴുതാൻ സാധ്യതയുള്ള, ഇടശ്ശേരിയെ പോലെ ഒരു ഗാന്ധിയൻ എഴുതാൻ സാധ്യതയുള്ള കവിതയെക്കുറിച്ച് ഓർത്തിട്ട് പലപ്പോഴും ഞെട്ടിപ്പോയിട്ടുണ്ട് ഞാനൊക്കെ. അത്രയും എന്താ പറയുക, ഈ നിരുപദ്രവി എന്ന് കരുതിയിരുന്ന വൈലോപ്പിള്ളി പോലും ഇങ്ങനെ സ്ഫോടന സ്വഭാവമുള്ള കവിതകൾ എഴുതിയ കാലം. വൈലോപ്പിള്ളി, സച്ചിദാനന്ദൻ, നവമരം പോലത്തെ ഒരു കവിത, ഒറ്റ കവിത മതി. കടമ്മനിട്ട രാമകൃഷ്ണൻ 77 ആ ഒരു ഘട്ടത്തിലാണ് ശാന്ത പോലത്തെ ഒരു കവിത എഴുതുന്നത്. അങ്ങനെയാണ് ശാന്ത പോലത്തെ ഒരു കവിത എഴുതുന്നത്. ആ കാലത്ത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് കക്കാടാണ്. ആടട ചെറ്റേ ആട് എന്നാണ് അദ്ദേഹം എഴുതിയത്. ആണ് ഈ പറയുന്ന ഘടനയൊക്കെ മാറി. അതാണ് ഇത് ഞാൻ പറഞ്ഞ ഈ ഗാനാലാപന കളഭാഷണ കങ്കണ രിങ്കണ എന്നുള്ള ആ അവസ്ഥ മൊത്തം മാറി. കവിതയിലെ കാവ്യഭാഷ മുഴുവൻ മാറി. 63 തൊട്ട് വജ്രകുണ്ടലം വരെ ഉപയോഗിച്ചിരുന്ന കാവ്യഭാഷയും അതിൻ്റെ ശില്പവും അതിൻ്റെ ആവിഷ്കാര രീതിയും മൊത്തം മാറുകയും മറ്റേ ആർ വിശ്വനാഥൻ മാഷും സച്ചിദാനന്ദൻ മാഷും ഒക്കെ നിരീക്ഷിച്ചിട്ടുള്ളത് ഞാൻ ഈ പറയുന്ന 77 അദ്ദേഹം എഴുതുന്ന ഈ കവിതയുടെ സ്വഭാവത്തെക്കുറിച്ച് കക്കാടിൻ്റെ ദ്രാവിഡ പർവം എന്നാണ് പറയുന്നത്. അതിനെ ഒന്ന് വികസിപ്പിക്കേണ്ടതുണ്ട് സത്യത്തിൽ. കക്കാട് അതുവരെ ഉണ്ടായിരുന്ന കാവ്യഭാഷ മാറി. അതൊരു തരം പരുക്കൻ എന്താ പറയുക, ആക്ഷേപഹാസ്യത്തിൻ്റെ സ്വഭാവം വന്നു. ചെറ്റകളുടെ പാട്ട് എന്നാണ് ഒരു കവിതയുടെ പേര്. ആടട ചെറ്റേ ആട്, നീയും ഞാനും ചെറ്റകളല്ലോ എന്ന്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം 76 പോത്ത് പോലത്തെ ഒരു കവിത എഴുതുന്നത്. പോത്ത് വളരെ ചെറിയൊരു കവിതയാണ് പോത്ത്. പക്ഷേ ആ കവിത ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം എന്ന് പറയുന്നത് ഒട്ടും ചെറുതായിരുന്നില്ല. 76, 77, 75, 76, 77, 76 അടിയന്തരാവസ്ഥ അതിൻ്റെ മൂർധന്യഘട്ടത്തിൽ നിൽക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ചലിക്കാൻ നിവൃത്തിയില്ലാത്ത വിധം ഭരണകൂടം നിങ്ങളെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ തുടലിട്ട് പിടിച്ചിരിക്കുന്ന കാലം. ആ കാലത്താണ് എഴുതി വെച്ചത്, ചത്ത കാലം പോൽ തളം കെട്ടിയ ചളിക്കുണ്ടിൽ ശവന്നാറിപ്പുല്ലു തിന്ന് അവോളവും കൊഴുത്തമെയ്യാകവേ താഴ്ത്തി നീ ശാന്തനായി കിടക്കുന്നു. എന്തൊരു സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണമാണ് ഓർത്ത് നോക്കുക. പോത്ത് ആരാണ് പോത്ത് എന്ന ചോദ്യത്തിലേക്ക് കവിത വരാം. ചത്തകാലം പോൽ തളം കെട്ടിയ ചളിക്കുണ്ടിൽ ശവന്നാറിപ്പുല്ല് തിന്ന് അവോളവും കൊഴുത്തമെയ്യാകവേ താഴ്ത്തി നീ ശാന്തനായി കിടക്കുന്നു. വട്ടക്കൊമ്പുകളുടെ കീഴെ തുറിച്ച മന്ദൻ കണ്ണാൽ നോക്കി നീ കണ്ടതും കാണാത്തതും അറിയാതെ എത്ര തൃപ്തനായി കിടക്കുന്നു. നിന്റെ ജീവനിൽ അഴുകിയ ഭാഗ്യം എന്തൊരു ഭാഗ്യം, നിന്റെ ജീവനിൽ അഴുകിയ ഭാഗ്യം എന്തൊരു ഭാഗ്യം. ചത്ത കാലം പോൽ എന്താ പറയുക, തളം കെട്ടിയ ചളിക്കുണ്ടിൽ മന്ദൻ കണ്ണുകൾ മാത്രം പുറത്തു കാട്ടി കിടക്കുന്ന നിന്റെ ജീവനിൽ അഴുകിയ ഭാഗ്യം എന്തൊരു ഭാഗ്യം. ഇതിലും നിശിതമായി എങ്ങനെയാണ് നിശബ്ദനും എന്താ പറയുക നിരുപദ്രവിയുമായി ജീവിച്ച അക്കാലത്തെ സാംസ്കാരിക രംഗത്തെ വിമർശിക്കാം? എങ്ങനെയാണ് വിമർശിക്കുക? മിണ്ടിയാൽ എന്താ പറയുക തടവറ എന്ന് പറയുന്ന അവസ്ഥയിൽ കിടക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് എങ്ങനെ എന്ന് ഉറച്ചു വിശ്വസിക്കുകയും മിണ്ടുകയും ചെയ്യുന്ന എഴുത്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. അങ്ങനെയാണ് എഴുത്ത് അബോധത്തിൻ്റെ പ്രവർത്തനം മാത്രമല്ല, അത് ബോധത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് എന്ന് ഒരു പക്ഷേ മലയാളിയെ ഏറ്റവും നിർണായക സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിയ കവിയും കവിതയുമാണ് കക്കാടിൻ്റെ. അങ്ങനെയാണ് അതിപ്പോൾ നമ്മൾ കടമ്മനിട്ട രാമകൃഷ്ണനെ കാണുന്ന പോലെയുള്ള ഒരു തുറന്ന ഉച്ചാരണമല്ല, ശാന്തയിലൊക്കെ കാണുന്നത് പോലൊരു തുറന്ന ഉച്ചാരണമല്ല. ഇങ്ങനെ കൃത്യമായിട്ടും ഏറ്റവും ലക്ഷ്യവേദിയായി അമ്പെയ്യുക, ലക്ഷ്യവേദിയായി ഒരു സ്ഫോടക വസ്തു വലിച്ചെറിയുക എന്ന് പറയുന്ന പണിയാണ്. ഈ ഘട്ടത്തിലാണ് 78 അദ്ദേഹത്തിന് തൊണ്ടയിൽ ക്യാൻസറാണ് എന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെ തൊണ്ടയിൽ ക്യാൻസറാണെന്ന് തിരിച്ചറിയുന്നത്. ആ ഒരു ഘട്ടത്തിൽ കക്കാടും കക്കാടിൻ്റെ കവിതയും അവനവനിലേക്ക് തിരിച്ചുപോയി. ഇതാണ് കക്കാടിൻ്റെ കവിതയുടെ 3-ാം ഘട്ടം. അവനവനിലേക്ക് തിരിച്ചുപോയി. തൊണ്ടയിൽ ക്യാൻസറാണ്. ആ ക്യാൻസറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു സർജറി വേണ്ടി വന്നു. ആ സർജറിക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് വിഷ്ണുമാഷിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു
അറിവാണ്. സർജറിക്ക് പോകുന്നതിൻ്റെ തൊട്ട് തലേന്ന് വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ അപരാജിത, തിരുവനന്തപുരത്തുള്ള അപരാജിത എന്ന വീട്ടിൽ തലേന്ന് രാത്രി അദ്ദേഹം വായിച്ചു കേൾപ്പിച്ച കവിതയാണ്. ഒരു പക്ഷേ കക്കാടിൻ്റേതെന്ന് ഏത് കാലത്തും പിൽക്കാലത്ത് മുദ്രപ്പെട്ട സഫലമീ യാത്ര എന്ന കവിത. ആർദ്രമീ ധനുമാസ രാവുകളിൽ ഒന്നിൽ ആതിര വരും പോകുമല്ലേ സഖി, ഞാൻ ഈ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നെ അണിയത്ത് തന്നെ നിൽക്കൂ, ഈ പഴംകൂടൊരു ചുമക്കടിയിടറി വീഴാം, വ്രണിതമാം കണ്ഠത്തിൽ ഇന്ന് നോവിത്തിരി കുറവുണ്ട്, വളരെ നാൾ കൂടി ഞാൻ നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ അലിയും ഇരുൾ നീലിമയിൽ എന്നോ പഴകിയൊരു ഓർമ്മകൾ മാതിരി നിന്ന് വിറയ്ക്കും ഈ ഏകാന്ത താരകളെ ഞാൻ ഒട്ടു കാണട്ടെ, നീ തൊട്ടു നിൽക്കൂ. ഇങ്ങനെ സ്വന്തം ജീവിതത്തിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ത് എന്ന് പറയായിരുന്നു. അത് വ്യക്തി ജീവിതത്തിൻ്റെ ബാലൻസ് ഷീറ്റ് മാത്രമായിരുന്നില്ല, സമൂഹ ജീവിതത്തിൻ്റെ ബാലൻസ് ഷീറ്റ് കൂടി അതിലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ രുചിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ഈ ബാലൻസ് ഷീറ്റായിരുന്നു. ഒരു പക്ഷെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രണ്ടാം ഘട്ട കവിതയിൽ ഇങ്ങനെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ക്രമബദ്ധവും ക്രമരഹിതവുമായ അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ച് ഇത്രമേൽ ജാഗരൂകനാവുകയും ഇത്രമേൽ വ്യാകുലനാവുകയും ചെയ്ത കവി അവനവനിലേക്ക് അങ്ങ് തിരിഞ്ഞു. ഒന്നാം ഘട്ട കവിതയിൽ കണ്ട കക്കാട് മറ്റൊരു രീതിയിൽ പുനഃസൃഷ്ടിക്കപ്പെട്ടു. അതാണ് ഈ സർജറി കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹം നന്ദി തിരുവോണമേ നന്ദി എന്ന കവിത എഴുതുന്നത്. നന്ദി തിരുവോണമേ നന്ദി എന്ന കവിത വളരെ വളരെ ലളിതമായി ഈ അവസ്ഥയെ അഡ്രസ്സ് ചെയ്യുന്ന കവിതയാണ്. നന്ദി തിരുവോണമേ നന്ദി, നീ വന്നുവല്ലേ, അടിമണ്ണിളകി കടയിളകി അടിമണ്ണടിഞ്ഞ് ഇങ്ങനെ അടിമണ്ണിടിഞ്ഞ് കടയിളകി ചെരിഞ്ഞൊരു കുനുന്തുമ്പയിൽ ചെറുചിരി വിടർത്തി നീ വീണ്ടും വന്നുവല്ലേ, നന്ദി തിരുവോണമേ നന്ദി. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മനുഷ്യൻ അവൻ്റെ എല്ലാ ധാർഷ്ട്യങ്ങളെയും അവൻ അടയാളപ്പെടുത്തുന്നത് അവൻ്റെ ഭാഷയിലാണ്. അങ്ങനെ അവൻ്റെ എല്ലാ ധാർഷ്ട്യങ്ങളെയും അവൻ അടയാളപ്പെടുത്തുക നിരന്തരമായും ഭാഷയിലാണ്. കക്കാട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാർക്കിൽ നിന്നുള്ള കവിതയിൽ അന്തി ചവിട്ടി മുടിക്ക് പകൽ വീണടിയുന്നു എന്ന് വളരെ സൗമ്യമായ ഒരു വരി എഴുതി വച്ചിട്ട്, ഗാനാലാപന കളഭാഷണ കങ്കണ രിങ്കണ നവവസനോന്മിത ഗാനാലാപന കളഭാഷണ കങ്കണ രിങ്കണ നവവസനോന്മിത മർമ്മര നർമ്മ പരാഭവ പരിഭവ പരിഹാസ കഷായുധം 1.5 മീറ്റർ നീളമുള്ള സമസ്ത പദം, കോൺക്രീറ്റ് കൊണ്ട് സൃഷ്ടിച്ച ഒരു സമസ്ത പദം വായനയുടെ മുമ്പിലേക്ക് കണ്ട് ഇട്ട് തന്നിട്ട് മാറി നിൽക്കുന്ന ധാർഷ്ട്യക്കാരനായ ഒരു ശില്പി. ആ ശില്പി മരണം തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അങ്ങേയറ്റം ലാളിത്യമാർന്നു, അങ്ങേയറ്റം ലളിത സ്വഭാവിയായി. നന്ദി തിരുവോണമേ നന്ദി, നീ വീണ്ടും വന്നുവല്ലേ, അടിമണ്ണിളകി ചെരിഞ്ഞൊരു കുനുന്തുമ്പയിൽ ഒരു ചെറുചിരി വിടർത്തി നീ വീണ്ടും വന്നുവല്ലേ എന്ന് അങ്ങേയറ്റം ലളിതമായി ഉച്ചരിക്കുന്നു. ജീവിതം എന്ന് പറയുന്ന ഈ തീർത്തും എന്താ പറയുക, ഈ നിർവചിച്ച് തീർക്കാനാവാത്ത അത്ഭുതകരമായ ഈ ഒരു പ്രതിഭാസത്തെ കവിത എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് ഓർക്കുക. അങ്ങനെയാണ് അത് അവസാനം വരെ ഈ 87-ലേക്കൊക്കെ അദ്ദേഹം എത്തുമ്പോഴേക്കും, മരണഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അത് ക്യാൻസർ അതിൻ്റെ മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേജിലേക്കൊക്കെ വരികയും അക്യൂട്ടാവുകയും അസാമാന്യമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. കക്കാട് അദ്ദേഹത്തെ ഞാൻ അവസാനം കാണുന്നൊക്കെ സമയത്ത് കണ്ടുപോരാൻ നിവൃത്തിയില്ലാത്ത വിധം പെയിനും ചുമയും കഠിനമായ വേദനകളുമായിട്ട് ആ സമയത്ത് മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ പാലൂരിൻ്റെ ഒരു കവിത മാതൃഭൂമിയിൽ വന്നു. തീപിടിച്ച ക്ഷേത്രം എന്നായിരുന്നു ആ കവിതയുടെ പേര്. ആ ടൈറ്റിൽ മാത്രം ഓർത്താൽ മതി, എത്രമാത്രം കക്കാടായിരുന്നു വിഷയം. തീപിടിച്ച ക്ഷേത്രം എന്നായിരുന്നു. നമ്മളിങ്ങനെ കണ്ടാലറിയാം അദ്ദേഹം എന്നിട്ടും അദ്ദേഹം എഴുതി. അതാണ് ആ സമയത്ത് അദ്ദേഹം എഴുതിയ ഒരു കവിതയുടെ പേര് ഇൻറ്റൻസീവ് കെയർ എന്നാണ്. മരണത്തിന് തൊട്ട് മുമ്പ് എഴുതിയ മരണത്തെക്കുറിച്ച് ഒരു അമൂർത്ത പഠനം എന്നൊരു കവിതയുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തെയും മരണത്തെയും വെച്ച് പഠിക്കാൻ ശ്രമിക്കുന്നവർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട കവിതയാണ് കക്കാടിൻ്റെ മൂന്നാം ഘട്ട കവിതകൾ. ജീവിതവും മരണമൊന്നും പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളല്ല.
അങ്ങനെ 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 ആരും ധരിക്കരുത്. ഈ ജീവിതം മരണം എന്നൊക്കെ പറഞ്ഞാൽ മാഷെ എത്ര ക്ലീശയാണ്, എന്താ ഇപ്പോൾ ഇതിൽ ഇത്ര പഠിക്കാനുള്ളത് എന്ന്. മരണത്തെ മുഖാമുഖം കാണണം, അപ്പോഴേ അറിയൂ മരണത്തെ പഠിക്കേണ്ടതുണ്ട് എന്ന്, ജീവിതത്തെ സ്നേഹിക്കേണ്ടതുണ്ട് എന്ന്. അങ്ങനെ മരണത്തെ മുഖാമുഖം ഒരൊറ്റ തവണ കാണുന്നതോടുകൂടി മരണം നമ്മുടെ തൊട്ട് മുമ്പിൽ വന്നിട്ട് വരൂ വിളക്ക് കെടുത്താം ഞാൻ എന്ന് വല്ലുവിളി പറയും പോലെ, വരൂ വിളക്ക് കെടുത്താം ഞാൻ എന്ന് പറയുന്ന നേരത്ത് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിറയുന്ന 2 കണ്ണുകളുണ്ട് ഏത് മനുഷ്യൻ്റെ ഉള്ളിലും. അങ്ങനെയുണ്ട്. ആ സമയത്ത് ഈ നേരത്തെ പറഞ്ഞ ധാർഷ്ട്യമില്ല. ആ സമയത്ത് ഇൻറ്റൻസീവ് കെയർ പോലത്തെ, അതേപോലെ എന്താ പറയുക, മരണത്തെക്കുറിച്ച് അമൂർത്ത പഠനം പോലെ കക്കാട് എഴുതിയ അവസാനത്തെ കവിതയായ അതിനു മുമ്പ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് പോയിട്ട് വാങ്ങാൻ ഒട്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം ഒരു കവിത എഴുതി അയച്ചു കൊടുക്കുന്നുണ്ട് ആ വേദിയിലേക്ക്. മാർഗക്രമം എന്നാണ് കവിത പേര്. വഴികൾ ഒന്നിച്ചു മെതിച്ചവരെ പലപാട് പാതകൾ ചിന്നി പതറും കവലയിലെത്തി നമ്മൾ എന്നാണ് കവിതയുടെ തുടക്കം. ഞാനത് പൂർണ്ണമാക്കുന്നില്ല. ആ കവിതയിലേക്ക് കടന്ന ഒരു പക്ഷേ ഈ അക്കാദമിക അഭ്യാസം മാറിയിട്ട് അത് വല്ലാതെ വൈയക്തിക വികാരങ്ങളുടെയൊക്കെ ഒരു ഇടപെടലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ അവസാനം അദ്ദേഹം എഴുതുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതാണ്. അഗ്നിരഥം എന്നൊരു കവിതയുണ്ട്, വളരെ ചെറിയൊരു കവിതയാണ്. അഗ്നിരഥം എന്ന ആ കവിത ഒരു പക്ഷേ കക്കാടിൻ്റെ അവസാനത്തെ കവിതയാണ്. യാത്ര അടുത്തിരിക്കുന്നു, ദിവസവും നേരവും മാത്രം ഉറപ്പില്ല. യാത്ര അടുത്തിരിക്കുന്നു, ദിവസവും നേരവും മാത്രം ഉറച്ചില്ല. ദുരാൽ പറന്നടുക്കുന്ന രഥചക്ര ചടിതങ്ങൾ കേൾക്കയായി പാഴിരുൾക്കാടുകൾ കത്തുന്നു. ദിക്കിന്നതിരുകൾ തോറും ജ്വലിക്കുന്നു, അഗ്നിരഥമെത്തുന്നു. യാത്ര അടുത്തിരിക്കുന്നു, നാടികൾ അഗ്നിമയങ്ങളായി എരിയുന്നു. ശാശ്വത വൈശ്വാനരജ്വാല പടരുന്നു, പ്രാണങ്ങൾ കത്തുന്നു. ഭൂമിയും വെള്ളവും ജിഹ്വകളേഴും വിടർത്തി പൊതിയുന്നു. യാത്രയടുത്തിരിക്കുന്നു, ഞാൻ ഒരുങ്ങുന്നു. ഒരു ജീവിതം, അതും സവർണ ജീവിതം, അതും സവർണ പൗരോഹിത്യ സാമൂഹ്യ ജീവിതം, ഒരു മനുഷ്യന് നൽകിയതും ആ മനുഷ്യന് ആർജിച്ചതുമായ മുഴുവൻ സംസ്കാരങ്ങളും സഞ്ചിതമായ അദ്ദേഹത്തിൻ്റെ മനസ്സിലും ശരീരത്തിലും ഒരുമിച്ച് പെരുമാറുകയും അതിനെ വാക്കിൻ്റെ അത്ഭുത ലോകത്തിലേക്ക് തനിക്കിഷ്ടപ്പെട്ട ശില്പങ്ങളിലേക്ക് മാത്രം പകർന്നു വയ്ക്കുകയും അങ്ങനെയുണ്ട് തനിക്കിഷ്ടപ്പെട്ട ശില്പങ്ങളിലേക്ക് മാത്രം പകർന്നു വയ്ക്കുക എന്നൊരു പണിയുണ്ട്. ഇപ്പോൾ നമ്മുടെ പുതിയ കവികൾക്ക് പറ്റാത്തൊരു സംഗതിയാണിത്. അവർക്ക് ആകെ ഒരു ശില്പേ അവരെ കയ്യിലുള്ളൂ. അതിലേക്ക് എന്തിനേയും ചേർത്ത് വെക്കേണ്ടി വരുന്ന ഒരു ഗതികേട് അവർക്കുണ്ട്. കക്കാടിന് അതുണ്ടായിരുന്നില്ല. കക്കാട് തനിക്കിഷ്ടപ്പെട്ടതും കവിത ആവശ്യപ്പെടുന്നതുമായ ശില്പത്തിലേക്ക് ഇങ്ങനെ ഈ ആർജിച്ചതിനെ മുഴുവൻ ചേർത്ത് വയ്ക്കുകയും 175ഓളം കവിതകൾ മാത്രം എഴുതുകയും, അങ്ങനെ 175ഓളം കവിതകൾ മാത്രം എഴുതുകയും അങ്ങനെ 87 ജനുവരിയിൽ വിട്ടുപോവുകയും ചെയ്ത ഒരുപക്ഷെ മലയാളത്തിലെ ആധുനിക കവിത ആധുനികം എന്ന് വിളിക്കാൻ അർഹത നേടിയ ഒരു കാവ്യലോകം. ആ കാവ്യലോകത്തിൻ്റെ പേര് ഞാൻ കക്കാടിൻ്റെ കാവ്യലോകം എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നു. മലപ്പുറം ഗവൺമെൻറ് കോളേജിലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മുഴുവൻ, എന്നെ കേട്ടിരുന്ന മുഴുവൻ ആൾക്കാർക്കും ഞാൻ കവിത വായിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക്, അതും എനിക്കിഷ്ടമുള്ള കവിതയെക്കുറിച്ച് സംസാരിക്കാൻ സന്ദർഭം ലഭിച്ചു എന്ന ഹൃദയം നിറഞ്ഞ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഭാവുകങ്ങൾ.